ഏതായാലും വെക്കേഷൻ പാരൻറ്റിങ് എന്ന ഒരു വിഷയത്തിൻ്റെ ആമുഖം ഹമീദ് സാർ പറഞ്ഞു. ഞാൻ വരുമ്പോൾ വലിയൊരു ആമുഖമൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. പാരൻസാണ്, രക്ഷിതാക്കളാണ്, ഒരുപാട് കൺസേൺസ് കൊണ്ട് പാരൻസ് മീറ്റിങ്ങിന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ആ ഒരു വിഷയത്തിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറേ സമയം കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കയ്യിലുള്ള റിപ്പോർട്ട് കാർഡ് നമ്മൾ പ്രോഗ്രസ് കാർഡാണോ കുട്ടികളുടെ? എല്ലാവരുടെ കയ്യിലുണ്ടോ അത്? ഹാപ്പിയാണെന്ന് തോന്നുന്ന ആൾക്കാർ കൈ വെക്കുമോ? ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരോ? ഓക്കെ, മോശം എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ഓപ്ഷൻ ചോദിക്കുന്നില്ല. ഓക്കെ, ഏതായാലും ഒരു റമദാൻ മാസം ആയതുകൊണ്ടുള്ള സ്വാഭാവികമായ ക്ഷീണമുണ്ട്. രാവിലെ കുറച്ചധികം ഡ്രൈവ് ചെയ്ത് വന്നു, ഒരു 3 hours ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടുള്ള ക്ഷീണം കൂടി ഉണ്ട്. ആ ക്ഷീണത്തെ പരിഗണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പൂർണ്ണമായും അറ്റൻഷൻ എനിക്ക് തരണം. നിങ്ങൾ അറ്റൻഷൻ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊരു ക്യാരക്ടർ അറിയാലോ. നിങ്ങളൊക്കെ കുട്ടികളാണ് ഇപ്പോൾ, മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര വയസ്സുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ ചിലപ്പോൾ എണീപ്പിച്ചെടുത്തൊക്കെ ചെയ്യും, ചിലപ്പോൾ ഞാൻ ചോദ്യമൊക്കെ ചോദിക്കും. വളരെയൊക്കെ റെഡി ആയിട്ടിരുന്നാൽ മതി എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഏതായാലും പാരൻസ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവിൽ അതിനെക്കുറിച്ച് ഒരുപാട് കൺസെപ്റ്റുകൾ ലോകത്ത് ആകമാനമുണ്ട്. നിങ്ങൾ കുറേ ക്ലാസ്സുകൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പാരൻസിനെ കുറിച്ച് പറയും, പാരൻസ് സ്നേഹിക്കണം, നിങ്ങൾ കുട്ടികളുടെ കൂട്ടുകാരെ പോലെ ആവണം, ഭയങ്കരമായ ഉപദേശങ്ങൾ എല്ലാവരും തരാറുണ്ട്. പക്ഷേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാധാരണ മിക്കവാറും എല്ലാ ക്ലാസ്സിലും എന്താണോ സംഭവിക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയും, അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നല്ലാതെ ഇത് രണ്ടും തമ്മിൽ ഒരു കൂട്ടിമുട്ടൽ എപ്പോഴും സംഭവിക്കാറില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു വെറൈറ്റി ക്ലാസ്സാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ വളരെ സ്പെസിഫിക് ആണ്. ഒരു പക്ഷേ ഞാൻ പറയുന്ന ഓരോ ടിപ്സുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ടിപ്സ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു പാരൻറ്റിങ് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ആരും മൊത്തം വലിയ റിയാക്ഷൻ കണ്ടില്ല. പക്ഷേ ഞാൻ പിന്നെ പറഞ്ഞ ഓരോ പോയിന്റ് പറയുമ്പോഴും ഈ മുഖത്തൊക്കെ ഞാനൊരു പുച്ഛ മനോഭാവം എപ്പോഴും കണ്ടിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങായി പറഞ്ഞ ഒന്നും നടക്കൂല എന്നുള്ള ചിന്തയാണ്. ഇതിനൊരു കാരണം എന്താണെന്നറിയോ? പൊതുവിൽ നമ്മുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ സമകാലിക ചിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം ആശങ്കയാണ്, അല്ലേ? ആശങ്കയാണ്. ഏതൊരർത്ഥത്തിലും ആശങ്കയുള്ള ആളുകളാണ് രക്ഷിതാക്കൾ, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഇപ്പോൾ ലഹരി എന്നൊന്നും വേണ്ട. ഇപ്പം നിങ്ങളെ കുട്ടികൾ MDMA ഉപയോഗിക്കുന്നു വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ബേജാറാവണത് ആണോ? അല്ല. പക്ഷേ MDMA പുറത്തുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബേജാറില്ലേ? ആ ബേജാറ് എന്തുകൊണ്ടാണ്? ആ ഒരു നമുക്ക് പേടി എന്തുകൊണ്ടാണ്? അതിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അതെന്താണെന്നറിയോ? ഈ വീട്ടിലൊരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക. വീട്ടിലൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ആ പാമ്പിനെ കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര സ്വസ്ഥമായിട്ടാണ് ഇരിക്കുക? അല്ല. ഇനി പിറ്റേ ദിവസം നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമോ? ഇല്ല. ആ പാമ്പ് അവിടെ ഉണ്ട് എന്ന സമയം അത്രയും അതിഞ്ഞ് പോയി എന്ന് ഉറപ്പിക്കുന്നത് വരെയും നമുക്ക് ടെൻഷൻ ഉണ്ടല്ലോ. ഇതേ ടെൻഷനാണ് സമൂഹത്തിൽ MDMA കാണുമ്പോൾ നമുക്കുള്ളത്. അത് നമ്മൾ നേരിട്ടൊന്ന് കൊത്തുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അതവിടെ ഉണ്ട് എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും, പൊതുവിൽ ഇപ്പോഴത്തെ പാരൻസിൻ്റെ കൺസേൺ ഒക്കെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ രക്ഷപ്പെടുന്ന കുട്ടികൾ പോരാ. അതൊക്കെ ഭയങ്കര ചെറിയ ലക്ഷ്യങ്ങളാണ്. നമ്മൾ അങ്ങനത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാനാണെങ്കിൽ ശരിക്കും നമ്മൾ കുട്ടികളെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. കുട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ അവർ ഒരു സൊസൈറ്റിക്ക് ലീഡർഷിപ്പ് ഉണ്ടാക്കുന്ന ആളുകളായി മാറണം. അവരൊരു തലമുറയെ വഹിക്കുന്ന ആളുകളായി മാറണം. അങ്ങനത്തെ കുട്ടികളെ ഉണ്ടാക്കാൻ നമ്മൾ പണിയെടുക്കുന്നത്. അല്ലാതെ എൻ്റെ കുട്ടി രക്ഷപ്പെടണം, എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു ജോലി കിട്ടണം, എൻ്റെ കുട്ടി അവിടെ സേഫായിരിക്കണം, അവൻ പ്രശ്നങ്ങളൊന്നും പോയി ചാടാതിരുന്നാൽ മതി, അതൊന്നും കാണാതെ കണ്ണടച്ചാൽ മതി, ഇങ്ങനത്തെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നമുക്ക് കുറച്ചുകൂടി ബെറ്ററായ, കുറച്ചുകൂടി ബിഗ്ഗറായ ഗോൾസ് വേണം. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ആമുഖമായി 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ സ്ലൈഡിലൊരു കാര്യം കാണാൻ പറ്റും. ഇതെന്താണെന്നറിയോ? ഞാൻ ആദ്യം പറയുന്നത് ഒരു പ്രസംഗമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുവേ. ഈ ചിത്രം ലോകത്തെ ഇന്നത്തെ കുട്ടികളുടെ സാഹചര്യത്തെ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു സംഘടന വേർതിരിച്ചതാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുഡ് സിറ്റുവേഷൻ ആണോ? ഗുഡ് സിറ്റുവേഷൻ. ഇതിൽ പച്ച കളറിൽ കാണുന്നതൊക്കെ കുട്ടികൾ കുഴപ്പമില്ലാത്തൊരു ഗുഡ് സിറ്റുവേഷനിൽ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾ നോക്കി നോക്കി, ലോകത്ത് മൊത്തത്തിൽ എത്ര ഉണ്ട് നോക്കി നോക്കി. ഈ സ്ഥലങ്ങളൊക്കെയും ഈ യൂറോപ്പിലൊക്കെ പെട്ട വളരെ കുറച്ച് പോപ്പുലേഷനുള്ള സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ ജനസംഖ്യ വളരെ കുറച്ചുള്ള സ്ഥലങ്ങളാണ്. ഇനിയോ സാറ്റിസ്ഫാക്ടറി, കുഴപ്പമില്ല, തിരക്കടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് ഇത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊക്കെ നോക്കിക്കോളൂ. നോട്ടീസബിൾ പ്രോബ്ലംസ്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, എവിടെ നമ്മൾ ടീം കണ്ടില്ലേ? ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇനിയോ വെരി സീരിയസ് സിറ്റുവേഷൻ. ഇത് വെരി സീരിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്താ അറിയോ? ഞാൻ വളരെ ഉറപ്പിച്ചും പറയുന്നു, രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ. ഇപ്പോൾ ഫലസ്തീനിൽ കുറേ പ്രശ്നം നടക്കുന്നുണ്ട്. ഓരോ ദിവസവും അവിടുത്തെ മക്കൾ എഴുന്നേൽക്കുന്നത് ഈ ബോംബർ വിമാനങ്ങളുടെ ശബ്ദം കേട്ടിട്ടാണ്, മിസൈലുകളുടെ ശബ്ദം കേട്ടിട്ടാണ്. ഉക്രൈനിൽ കുറേ പ്രശ്നം നടക്കുന്നുണ്ട്, ഈ സുഡാനിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്.
ചൈനയിൽ ഉയ്ഗൂരിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കാണാത്ത ഒരു ലോകത്തെ മക്കൾ ദിവസവും ജീവിക്കാൻ വേണ്ടി മാത്രം പോരാടുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ കൺസേൺ എന്താ? ജീവിക്കുന്നതിനെ കുറിച്ചാ, ഭക്ഷണത്തെക്കുറിച്ചാ, വെള്ളത്തെക്കുറിച്ചാ? ഏയ്, നമ്മളെ കൺസേണൊക്കെ അവർ ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് മര്യാദക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു ചിത്രം ഇല്ലാതൊരിക്കലും നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിക്കരുത് എന്നാണ്. എപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു കാര്യത്തിൻ്റെ ബോധ്യപ്പെടണമെങ്കിൽ, ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരു ആഴം നമുക്ക്, ഡെപ്ത് നമുക്ക് മനസ്സിലാവണം. നമ്മുടെ മക്കളല്ലാത്ത, പ്രിവിലേജ് ഇല്ലാത്ത, അല്ലെങ്കിൽ ജീവിക്കാൻ പോലും കൊതിക്കുന്ന കുറേ മക്കൾ ഈ ലോകത്തുണ്ട് എന്ന തിരിച്ചറിവ് ആദ്യം നമ്മുടെ പാരൻസിന് ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ. രണ്ടാമത്തത്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പൊതുവിൽ പാരൻസിൻ്റെ കൺസേൺസ് എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് വരിക. ഓക്കെ. വെക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാവും, ആദ്യം തന്നെ വരെ മൊബൈലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ വരുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴും ഓരോന്നിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺസേൺസ് ഒക്കെ എന്താ വെച്ചാൽ കുട്ടികൾ തെറ്റിപ്പോകുന്നുള്ളതായിരിക്കും അല്ലേ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള വളരെ സ്പെസിഫിക് ആയ പോയിന്റിലേക്കാണ് നമ്മൾ ഇനി പോവുക. പക്ഷെ അതിന് മുൻപ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളൊന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാ? കല്യാണം കഴിഞ്ഞിട്ടെന്നാ പറയാ? ജന്മത്ത് പറയാം അങ്ങനെ? അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, ബാല്യകാലം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാവരും സുന്ദരമായി സ്വർഗീയമായി ജീവിച്ച സമയമാണ്. ആ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകളൊക്കെയും അങ്ങനെയാണ്. അതുകൊണ്ടാണ് സാധാരണ കുട്ടികൾക്കൊക്കെ ചോദിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? ഉപ്പാൻ്റെ ഇമ്മാൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ചോദിച്ചാൽ അവരെന്താ പറയാ? എല്ലാ ഉപ്പമാരും ഒരു സ്ഥിരം ഡയലോഗുണ്ട്. അവർ സ്കൂളിൽ പോയ കഥ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ അങ്ങനെ പറയാൻ എനിക്കറിയില്ല, ഈ എൻ്റെയൊക്കെ ഉപ്പ സ്കൂളിൽ പോയത് കേട്ട് കഴിഞ്ഞാൽ മറ്റേ ആമസോൺ കാട്ടിലേക്ക് ഡിസ്കവറി ചാനൽ പോയ മാതിരിയാ. കാടും മലയും കിടന്ന്, തോട് ചാടിക്കടന്ന്, അരുവികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ കഥകളുണ്ടാവും. കനാലിൽ മീൻ പിടിച്ച കാലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണെന്ന് നമ്മൾ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ അവരവരുടെ ബാല്യകാലം എന്നും സുന്ദരമായിരിക്കും. ഇനി ആസ് എ രക്ഷിതാവ്, ആസ് എ പാരൻറ്റ്, നിങ്ങളുടെ ഏറ്റവും നല്ല കാലം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? അതിനുള്ള ഉത്തരം ഇതാണ്. എന്താ അറിയോ? വന്ന് ദ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ് ഈസ് വെൻ യുവർ ചിൽഡ്രൻ ആർ ഇൻ ദ ചൈൽഡ്ഹുഡ്. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾ വലുതായാലും കുട്ടികൾ തന്നെയാണ്. നിങ്ങൾക്ക് 50 വയസ്സുള്ള കുട്ടിയെ കണ്ടാലും ഉമ്മ എന്താ പറയുക, ചീത്ത അറിയില്ല രാത്രി വൈകി വന്നാൽ. പക്ഷേ നമ്മുടെ കുട്ടികൾ ബാല്യകാലത്തിൽ ഉണ്ടാവുക, ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുക എന്നുള്ള കാലം ഉണ്ടല്ലോ, അതൊരിക്കലും തിരിച്ചു കിട്ടില്ലാന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ എന്നോട് ചേർത്ത് വായിക്കണം. എന്താണെന്നറിയോ? പൊതുവിൽ രക്ഷിതാക്കളൊക്കെ വിചാരം നിങ്ങളൊക്കെ കുറേ ട്രെയിനിങ് കിട്ടിയിട്ട് രക്ഷിതാവായ ആൾക്കാരാണെന്നാണ്. ഞാൻ പറഞ്ഞു, ഉപ്പാനി മാനിക്കാരാ, നിങ്ങൾ പറയുന്ന കാര്യത്തൊക്കെ ആ ഒരു കട്ടായ സ്വഭാവം ഉണ്ടാവും. നമ്മളിങ്ങനെ എടുത്തോ പിടിച്ചോട്ടെ പറയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെല്ലാവരും പുതു രക്ഷിതാക്കളാണ്. നിങ്ങൾ 2 മക്കളെ വളർത്തിയെന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് രക്ഷിതാക്കളാവാൻ പോണില്ല. കാരണം എന്താണ്? ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ അറിയാതെ രക്ഷിതാവായതാണ്. നമ്മൾ ഏതൊരു ഘട്ടത്തിൽ രക്ഷിതാവായതാ. നമ്മുടെ കുട്ടി എങ്ങനെയാണോ കുട്ടിക്കാലം ചിലവഴിക്കുന്നത്, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്തത്തിൽ കുട്ടിക്കാലത്തുള്ളത്. അപ്പോൾ എന്താ അതിനർത്ഥം എന്നറിയോ? കുറേ കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടാവുന്നതാണ്, കുറേ കാര്യങ്ങൾ തിരുത്താൻ ഉണ്ടാവുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിപക്ഷം ആളുകളും ഒരു എബവ് 30s കഴിഞ്ഞാൽ, 30കൾ കഴിഞ്ഞാൽ പിന്നെ പുതിയ കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാനല്ല ശ്രമിക്കുക, മറിച്ച് എക്സ്പീരിയൻസുകളുമായി കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, ഞാൻ വളർന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ പ്രശ്നം എന്താ? ഞങ്ങളെ കുട്ടിക്കാലത്തില്ല എന്നുള്ളതാണ്. നിങ്ങളെ കുട്ടിക്കാലത്തിന് നിങ്ങളും ആ സോഫയിൽ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ വെറുതെ പറയല്ലത്. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്ന വിഷയം പറയുമ്പോൾ നമ്മുടെ കൺസേണിൽ എപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഇല്ലാതെ പറ്റില്ല എന്നതിനപ്പുറത്തേക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തട്ടിച്ചു നോക്കലാണ്. അതുകൊണ്ടാണ് ചില രക്ഷിതാക്കളൊക്കെ കണ്ടിട്ടില്ലേ, എനിക്ക് കിട്ടാത്ത എല്ലാം എനിക്ക് തരണം, അങ്ങനല്ലേ പറയാം, എനിക്ക് കിട്ടാത്ത എല്ലാ സൗകര്യവും ഇല്ല എന്ന് ചോദിക്കുക. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന് എന്താണെന്നറിയോ? എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിവിലേജ് ഇറ്റ് സെൽഫ് ഈസ് എ സഫോക്കേഷൻ. നമ്മൾ പറയും പ്രിവിലേജ് ഒരു ശ്വാസം മുട്ടിക്കലാണ്. എന്താ പ്രിവിലേജ് എന്നറിയോ? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, എന്താ എനിക്ക് കിട്ടാത്ത ചോദിക്കൂലേ? എല്ലാ സൗകര്യവും ഇല്ലേ? ഫീസ് കൊടുത്തില്ലേ പഠിപ്പിക്കണേ? മൊബൈലുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ബുക്കുകളുണ്ട്, സമയത്ത് ഫുഡ് ഉണ്ട് എന്ന് അറിയില്ലേ? ഇതൊരു ശ്വാസം മുട്ടിക്കലാണ്. ഇത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് നമ്മളാരും കണക്കാക്കരുത്. മനസ്സിലായോ? ഇതെന്താ പറയുക ഞാൻ പറയാനുള്ള കാരണം, മിക്കവാറും രക്ഷിതാക്കളൊക്കെയും എപ്പോഴും കണക്കാക്കുന്നത് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രിവിലേജൊക്കെ കൊടുക്കലാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പം നിങ്ങൾ ആലോചിച്ച് ഒരു അഡൾട്ടായ ഒരു മനുഷ്യൻ, ഒരു പിതാവിൻ്റെ അധ്വാനിക്കാൻ പോകുമ്പോൾ സാലറിയെക്കുറിച്ചുള്ള കൺസേൺ എന്താ? കുട്ടിനെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ്, പ്രിവിലേജ് കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പ്രിവിലേജ് എന്നുള്ളതല്ല ഒരിക്കലും പാരൻറ്റിങ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു, നിങ്ങൾ എത്ര സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ വീട് വാടകയ്ക്കാണോ, നിങ്ങൾ പുറത്താണോ താമസിക്കുന്നത്, നിങ്ങൾ ഗ്രീൻ വാലിയിലാണോ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ പ്രിവിലേജിൻ്റെ ഭാഗമാണ്. ഇവിടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരുടെ പാരൻറ്റിങ്ങിൽ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
ഇല്ല. കാരണം പ്രിവിലേജ് എന്നതല്ല ഒരിക്കലും പാരൻറ്റിങ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി എന്ത്. ഇപ്പം നിങ്ങൾ സാധാരണ പറയില്ലേ, ഇപ്പോൾ സാധാരണ പൊതുവിൽ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഈ അവനവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ എപ്പോഴും ആലോചിക്കൽ മറ്റുള്ളവർ എന്ത് കൊടുക്കണു എന്നുള്ളതാണ്. ടീച്ചേഴ്സിന് ഡ്യൂട്ടി പറയുമ്പോൾ എല്ലാവരും എന്താ പറയുക, ഏറ്റവും നന്നായി പഠിപ്പിക്കലാണ് അല്ലേ, അങ്ങോട്ട് കൊടുക്കലാണ്. ടീച്ചേഴ്സ് ഡ്യൂട്ടി അതല്ല, ഏറ്റവും നന്നായി പഠിക്കലാണ്. ടീച്ചേഴ്സ് ഡ്യൂട്ടി ഏറ്റവും നന്നായി പഠിക്കലാണ്. സ്വന്തമായി പഠിച്ചാൽ ഒരു നല്ല ഒരു പാത്രത്തിൽ വെള്ളം തുളുമ്പുന്നത് പോലെ അത് പഠിപ്പിക്കൽപ്പെടും, അത് പുറത്തേക്ക് പോവും. ഇതുപോലെ പാരൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തം എല്ലാം കൊടുക്കലല്ല, എല്ലാം കൊടുക്കലല്ല. അതുകൊണ്ട് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും ബേസിക്കായ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ തകരും. ഞാൻ ശരിക്കും നിങ്ങൾ തകരും. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു ആമുഖം എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഈ ടൈപ്പ് ഓഫ് ആൾക്കാരില്ലാത്തൊരു സദസ്സില്ല, അതുകൊണ്ട് അതിങ്ങനെ പറയണത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചുകൊണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ. ദ 2 ടൈപ്പ് ഓഫ് പാരൻറ്റിങ്. സാധാരണ പാരൻറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ സൈക്കോളജി പറയും കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആകെ ചടക്കും. നിങ്ങളൊക്കെ ഏതെങ്കിലും കാറ്റഗറിയിൽ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് വെറുതെ ഉണ്ടാക്കിയതല്ല. പക്ഷേ 2 ടൈപ്സ് ഓഫ് പാരൻറ്റിങ് ഇന്ന് നമുക്ക് എണ്ണി പറയാൻ പറ്റും. അതിലൊന്ന് പെർമിസീവ് എന്നുള്ളതാണ്. പെർമിസീവ് എന്ന എളുപ്പത്തിൽ എന്താ അറിയോ, എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത പാരൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഓവർ കൺസേൺഡ് ആയ പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ശ്രദ്ധ കൂടിയ ആൾക്കാരായിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ ബ്രദർ, അവൻ്റെ ഉമ്മ, അപ്പോൾ അവനെ ട്യൂഷന് പറഞ്ഞയച്ച ആ ട്യൂഷൻ ടീച്ചർ എൻ്റെ ഒപ്പം പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ആ കസിൻ കുട്ടിയിട്ടല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലാണ് വരുന്നത്, അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അവൻ്റെ ഉമ്മാൻ്റെ മറുപടി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയെന്നാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ, എൻ്റെ കുട്ടിക്ക് മാത്രം എന്താ പ്രശ്നം. അപ്പോൾ എന്താ വെച്ചാൽ ടീച്ചറുടെ കണ്ണിനാണ് പ്രശ്നം, കുട്ടി ചെയ്യണേനല്ല പ്രശ്നം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാരൻസ് ഇപ്പോൾ നല്ലോണം ഉണ്ട്. ഇതിന് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. എന്താ അറിയോ, ഈ പണ്ടൊക്കെ ഈ 30കളിലെ വസന്തങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ 90കളിൽ ജനിച്ച ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ 85, 80-ന് ശേഷം ജനിച്ച ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ പാരൻസ് ആയിക്കാണ്. നമ്മൾ പണ്ട് നമ്മളെ വാപ്പാനിമാരി പറയുമ്പോൾ കുറച്ച് ഏജ്ഡായ ആൾക്കാരുള്ളൂ. പക്ഷേ ഈ ടീമുണ്ടല്ലോ, ഈ യങ്ങർ ടീം, ന്യൂജൻ വൈബിലെ ടീം, അവരിപ്പോൾ പാരൻസ് ആയി. അതിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ടുള്ളത്. നിങ്ങളിലൊക്കെ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ 35 വയസ്സ് താഴെയുള്ള പാരൻസ് ഒന്ന് കൈവക്കി അങ്ങോട്ടെ. കണ്ടോ, നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞത് കേട്ടോ. നിങ്ങളൊക്കെ പാരൻസ് ആയത് തന്നെ മെയിൻ പ്രശ്നം എന്നാണ് ഞാൻ പറയണത്, മനസ്സിലായില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളർന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പ്രിവിലേജുകളുള്ളൊരു കാലത്തും തുടങ്ങിയിട്ടാണ്. നിങ്ങളിപ്പോൾ പറയുമ്പോൾ വിചാരിക്കും അന്ന് പ്രിവിലേജ് ഇല്ല എന്നൊക്കെ. അന്നത്തെ പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുൻപത്തെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതുമല്ല അവസ്ഥ, മനസ്സിലായോ. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് ഈ പെർമിസീവാണ്. പെർമിസീവ് പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. എന്താ അറിയോ, അശ്രദ്ധമായ ആളുകളാണ്, അശ്രദ്ധത. ഇപ്പോൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഖുർആനിൽ ഈ യഅലമൂൻ, അറിയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഖുർആൻ പറഞ്ഞൊരു വാക്കാണ് ഗാഫിലൂൻ, അശ്രദ്ധരായ ആളുകൾ. ഈ അശ്രദ്ധ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, പൊതുവിൽ കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ ശ്രദ്ധ മാത്രം ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ ടീമുണ്ട്. ഈ ടൈപ്പ് ഓഫ് പാരൻസും ഈ പെർമിസീവിൽ പെടും. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പാരൻസാണ് അതോറിറ്റേറിയൻ. ഇതാണ് നിങ്ങളൊക്കെ. ഓക്കെ, നിങ്ങളാരും പെർമിസീവ് എന്നാണ് ഞാൻ വിചാരിക്കണില്ല. ഈ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഉപദേശ പാരൻസാണ്, തിരുത്തൽ പാരൻസ്, ഉപദേശം തിരുത്തൽ. ഞാൻ ശരിക്കും പറയാണ്, മിക്കവാറും പാരൻസിൻ്റെ കോൺവെർസേഷൻ കുട്ടികളുമായുള്ളതിലെ മോർ ദാൻ 80% ഉപദേശമാണ്. ഇത് നിങ്ങൾ എങ്ങനെ നെഗേറ്റ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ കുട്ടികൾക്ക് പോയി ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ശരിക്കും പറയാം. ഞാൻ നിങ്ങൾ നേർക്ക് നേരെ എങ്ങനെ പിടിച്ചിട്ട് എൻ്റെ മോനെ അങ്ങനെ ഉപദേശിക്കുന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തിരുത്താനാണ് കൂടുതൽ ശ്രമിക്കുക. അത് നമ്മുടെ ഒരു ഇൻബോൺ ക്യാരക്ടറാണ്, നമ്മൾ അങ്ങനെയാണ് പാരൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങിലും ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യം ഈ 2 ടൈപ്പ് പാരൻസ് അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങിനാണ്. ഇവിടെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഭാഗങ്ങൾ വരുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ, മിക്കവാറും പാരൻറ്റിങ് ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ് ഒന്നും പറഞ്ഞില്ല എനിക്കറിയാം, പക്ഷേ നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിയും. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളെ കുട്ടികളുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് കേട്ടോ, നിങ്ങൾക്ക് പൊതുവിൽ അറിയുണ്ടാവും. ഇതാണ് നമ്മുടെ ബ്രെയിൻ കേട്ടോ, ഇതാണ് നമ്മുടെ ബ്രെയിൻ. നിങ്ങൾ ഇതിൽ സയൻസ് പഠിച്ചാലുണ്ടോ, 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ കുറേ പേരുണ്ട് അല്ലേ. നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയണ്ടാവും, അതല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ഐഡിയ കുറവുണ്ടാവും. എന്തായാലും ഒരു ഹ്യൂമൻ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിനിൽ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്യാനെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഈ 3 ഭാഗങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ ഏത് ഭാഗമാണെന്ന് അറിയോ, ഈ നെറ്റിയുടെ തൊട്ട് പിന്നിലുള്ള ഭാഗമല്ലേ, നെറ്റിയുടെ തൊട്ട് പിന്നിലുള്ള ഭാഗം, ഈ ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ പ്രീ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇതാണ് ഈ ഭാഗം. ഓക്കെ, രണ്ടാമത്തത് ഇതെങ്ങനെ വളഞ്ഞു വന്ന സാധനം കണ്ടോ, അവിടെ അമിഗ്ഡാല കണ്ടോ. അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഭാഗത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെവിക്കുറ്റിയില്ലേ, ചെവിക്കുറ്റിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു വരച്ചാൽ അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് അമിഗ്ഡാല ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി അമിഗ്ഡാലയിലേക്ക് പോകുന്ന റൂട്ടിലാണ് എന്തുള്ളത്, ഹിപ്പോ ക്യാമ്പസ് ഉള്ളത്. ഈ 3ൻ്റെ റോള് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നറിയോ, നമ്മുടെ മക്കളിൽ ഇന്ന് 15 വയസ്സിന് താഴെ മക്കളല്ലേ നിങ്ങൾക്കൊക്കെ ഉള്ളത് അല്ലേ.
ഈ മക്കൾക്ക് ആർക്കും ഈ ഭാഗമില്ല. സത്യം പറഞ്ഞാൽ ഈ ഭാഗം ഉണ്ട്, പക്ഷേ ഈ ഭാഗം വളർന്നിട്ടില്ല. പ്രീ ഫ്രണ്ടൽ ലോബ് എന്ന ഭാഗം അവർക്ക് വളർന്നിട്ടില്ല. ഓക്കെ, എന്നാൽ ഇങ്ങൾക്കൊക്കെ അത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മക്കൾക്കൊക്കെ ഈ സാധനം നന്നായി വളർന്നിട്ടുണ്ട്, അമിഗ്ഡാല. ഓക്കെ, ഇനി ഇതിൻ്റെ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗമാണ് ഇമോഷണൽ സെൻറ്റർ, തലച്ചോറിൻ്റെ ഇമോഷണൽ സെൻറ്റർ. വൈകാരികമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അമിഗ്ഡാലയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയുണ്ടാവും, എന്തെങ്കിലും ഒരു വാശി പിടിച്ചാൽ ഡോർ അമർത്തിയടിക്കുന്നു, പോയി കരയുന്നു, ബാത്റൂമിൽ കിടന്ന് തേകുന്നു, എന്തെല്ലാം വാശി പിടിക്കുന്നുണ്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാതെ വേണ്ടതാണ്. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികളെ കൊണ്ട്, എൻ്റെ വീട്ടിലത്തെ കുറച്ച് കുട്ടികളെ കൊണ്ട് കടയ്ക്ക് പോയി. അപ്പോൾ പൊതുവിൽ ബേക്കറിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് കിൻഡർ ജോയ് കാണാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കയറിയതും ഈ കുട്ടീനെ ഇങ്ങനെ മറിച്ചിങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ കിൻഡർ ജോയിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ അത് കാണരുതേ എന്നിട്ട്, പക്ഷേ ഒരു രക്ഷയില്ല, കറക്റ്റ് ചോദിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടിക്ക് അവൻ്റെ വാശിയുടെയും അവൻ്റെ ആഗ്രഹങ്ങളുടെയും എല്ലാം അടിസ്ഥാനം അമിഗ്ഡാലയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളിഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ് കിൻഡർ ജോയിൽ ആകെ 2 ഉണ്ടല്ലേ ഉള്ളത്, വേറെ എന്താ ഉള്ളത്, അതിൻ്റെ ഫ്രീ നമുക്ക് വേണമെങ്കിൽ വേറെ ടോയ് വാങ്ങാം, എന്നാലും 50 ഉറുപ്പിക്കുള്ള മുതലില്ലാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. കാരണം കുട്ടിക്കൊരിക്കലും പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വളർന്നിട്ടില്ല. നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വളർന്നിട്ട്. ഇനി പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ പണി എന്താ അറിയോ? പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മുടെ തലച്ചോറിലെ നോളേജ് ബേസ്. ഇവിടെയാണ് ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന മെമ്മറി സ്റ്റോറേജിൻ്റെ ഈ കാര്യങ്ങളെല്ലാം വന്ന് സ്റ്റോർ ചെയ്യുന്നത് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. ഇവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കുക. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഒരു കുട്ടിയിൽ വളരണമെങ്കിൽ മിനിമം 15 വയസ്സ് കഴിയണം. മിനിമം 15 വയസ്സ് കഴിഞ്ഞാൽ ഇത് വളരാൻ തുടങ്ങുള്ളൂ. 20 വയസ്സ് കഴിഞ്ഞാലേ അതൊന്ന് ലെവലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പക്വത എത്തിയിട്ടില്ല എന്ന് പറയില്ലേ. നിങ്ങൾ എന്താ വിചാരിച്ചു ഈ പക്വത എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ കോമഡിമാരിയാണോ പക്വത എന്ന് പറഞ്ഞാൽ? അത് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ നാട്ടിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് അറിയോ? ഈ 17ാമത്തെ വയസ്സ് കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ ആ ബർത്ത്ഡേൻ്റെ ദിവസം ഉണ്ടല്ലോ, അന്ന് കുട്ടി പെട്ടെന്നൊരു പ്രായപൂർത്തിയായിട്ട് അതുവരെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതോ ഒരു കുട്ടീനെ മാതിരിയാണ് നമ്മൾ പരിഗണിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ പക്വതയെക്കുറിച്ച് പറയാം. ഒരു പക്വത എത്തിയിട്ടില്ല പറയില്ലേ. പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വളരണം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയണം, നിങ്ങളുടെ കുടുംബത്തിൽ ചില കുട്ടികളൊക്കെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത കുട്ടികൾ, ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് പുറത്ത് വരാൻ പറ്റാത്ത കുട്ടികൾ, ഇവരുടെയൊക്കെ ഈ പ്രീ ഫ്രണ്ടൽ ലോബിനാണ് പ്രശ്നം. ഓക്കെ, നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താ പറയുക, പൊതുവിൽ ഇതൊക്കെ നമ്മൾ വളരെ പെരിഫറലായിട്ടാണ് അറിയുക. നമ്മൾ ആ കുട്ടിനെക്കുറിച്ച് എത്രയും കാലം കണ്ടിരിക്കണം. എങ്ങനെയാണ് ഒരു പക്വതയിലത്തെ കുട്ടി, ആ ഗൾഫ് പഠിച്ച അതേ സ്വഭാവം തന്നെ, നാട്ടിലൊന്നും ഒരാൾക്ക് വർത്താനം പറയാൻ പോലും അറിയില്ല, എന്നും തല താഴ്ത്തി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ആ കുട്ടീൻ്റെ ബ്രെയിനിലെ പ്രശ്നം, ആ കുട്ടിക്കല്ല. അപ്പോൾ ഈ ബ്രെയിനിലെ ഈ ഭാഗത്താണ് അതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിത് രണ്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? പൊതുവിൽ 15 വയസ്സുള്ള കുട്ടികളുടെ ഈ അമിഗ്ഡാലയിലേക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ നോളേജുകളും എപ്പോഴും വിവേകത്തേക്കാൾ കൂടുതൽ വികാരത്തിലാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് എന്താണെന്നറിയോ, ഞാൻ ഒരു കണക്ക് മാത്രം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. പണ്ടൊക്കെ സെക്ഷുവലി ആക്റ്റീവ് ആവും നമ്മുടെ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരുന്നു അറിയോ? 18 അല്ല, 16 ആയിരുന്നു കേട്ടോ. 18 എന്നുള്ള വയസ്സ് ഇവിടുത്തെ വിവാഹപ്രായമാണ് കേട്ടോ. അത് നിങ്ങൾ പരിഗണിക്കേണ്ട. വിവാഹപ്രായം എന്നുള്ളത് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ട് കണക്കാക്കിയാൽ മതി. 16 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ സെക്ഷുവലി ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അട്രാക്ഷൻ വരും. അവർക്ക് സെക്ഷുവലി അവർക്ക് ഒരു എന്താ പറയുക, ബന്ധപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അവരെത്തും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ അമിഗ്ഡാലയിലേക്ക് നമ്മൾ കൊടുക്കുന്ന എക്സസീവായ കണ്ടന്റുകൾ, നിങ്ങളറിയാതെ നിങ്ങളെ കുട്ടി യൂട്യൂബിലത്തെ ഷോർട്സ് എടുത്ത് തോണ്ടുമ്പോൾ ആ തോണ്ടുന്നതിൽ കണ്ട കാര്യങ്ങളെല്ലാം അവൻ എത്തിച്ചത് എവിടേക്കാണെന്ന് അറിയോ? 12 വയസ്സിൽ സെക്ഷുവലി ആക്റ്റീവ് ആവാൻ തുടങ്ങി കുട്ടികൾ, 12 വയസ്സിൽ. അതുകൊണ്ട് എന്താ അറിയുക പ്രശ്നം? ഈ സെക്ഷുവലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. സെക്ഷുവലി ആക്റ്റീവ് ആവുന്നത് ഒരാളുടെ ഐഡൻറ്റിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി 12ാമത്തെ വയസ്സിൽ അവൻ സെക്ഷുവലി ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ 16ാമത്തെയോ 17ാമത്തെയോ വയസ്സിൽ ആൺകുട്ടി ആവേണ്ടത് അവൻ ഒരു 5 വയസ്സ് നേരത്തെ ആയി എന്നാണ്. അപ്പം എന്ത് സംഭവിക്കുന്ന അറിയോ? ലഹരിയും മറ്റെന്ത് സാധനങ്ങളും അവന് മുമ്പിൽ വന്നാലും അതിലൊക്കെ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഏതോ കുട്ടി 5 ആളെ വെട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് അത് വായിക്കേണ്ടത് എന്താ അപ്പത്തെ കുട്ടികളൊക്കെ അവസ്ഥ, ഈ തലമുറയുടെ ഒരു കഥ, ഇങ്ങനെയല്ല വായിക്കേണ്ടത്. അതിനെ ഈ കുട്ടികളുടെയൊക്കെ തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഈ അമിഗ്ഡാല മാത്രം വർക്ക് ചെയ്യുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യാത്ത സമയത്ത് കിട്ടിയത് കൊണ്ടാണ് അവർ ഇതിലെത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നിങ്ങളത്തൊക്കെ സ്കൂളിൽ പോയി വിളിച്ചു കൊണ്ടുവരാൻ പറയണത്. കുട്ടിക്ക് അമിഗ്ഡാലയെ വർക്ക് ചെയ്യുള്ളൂ, അമിഗ്ഡാലിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുമായി കണക്റ്റഡ് ആണ്. ഇനി സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ക്ലാസ് എങ്ങനെ ഇരിക്കുന്നു അറിയോ? സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് മൊബൈൽ കുട്ടികളെ അപകടത്തിലേക്ക് നയിക്കുന്നുണ്ട്, അതിൽ കാണുന്ന കാഴ്ചകൾ കുട്ടികളെ, അത് ഞാൻ പറയില്ല.
നമുക്ക് ആവശ്യം ഈ അമിഗ്ഡാലൊക്കെ ആവശ്യമുള്ളത് മാത്രം കൊടുക്കലും പ്രീഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യുന്നത് വരെയും അത് ആക്റ്റീവ് ആവുന്നത് വരെയും കുട്ടികളെ റെസിസ്റ്റ് ചെയ്യലുമാണ്. അപ്പോൾ അതിന് ചില കഠിനമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും കുറച്ചുകൂടി എന്താ പറയുക, കുട്ടികളുടെ വെക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം ഇങ്ങനെ ആമുഖം പറയാനുള്ള കാരണം എന്താ അറിയോ, വെക്കേഷനിൽ മാത്രമേ പാരൻറ്റിങ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനീളം ചെയ്യേണ്ട പണിയാണല്ലോ. വെക്കേഷനിൽ മാത്രം പ്രത്യേകമായ രക്ഷിതാവ് ആവണമെന്നില്ലല്ലോ, കുട്ടികൾ പ്രത്യേകമായ കുട്ടി ആവണമില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്, കുട്ടി കുറച്ച് സമയം കൂടി കിട്ടുന്നതെന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ അമിത് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ അമിത് മാഷ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ? എന്താണ്, ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? സത്യസന്ധമായി പറയും, നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നിയിട്ടില്ല. കൈ കിട്ടിയ ഇടങ്ങാറ് അങ്ങക്കൊക്കെ അല്ലേ. ഞാനിപ്പോൾ കഴിഞ്ഞൊരു വെക്കേഷൻ ആവുന്ന സമയമാകുമ്പോഴേക്കും എന്നെ വിളിച്ച രക്ഷിതാക്കൾ, എന്നെ വിളിച്ചത് പറയുമ്പോൾ എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ ഒരു സർക്കിളിലുള്ള രക്ഷിതാക്കൾ എല്ലാവരും പറഞ്ഞത് വെച്ചാൽ 2 മാസം എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റി കൊണ്ടിടുമെന്ന് ചോദിച്ചത്. എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റി, ക്യാമ്പ് വല്ലതുണ്ടോ നമ്മൾ നിങ്ങോട്ട് ചോദിക്കുക. ക്യാമ്പ് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ വിചാരിച്ച്? അതൊന്നല്ല, ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം അവിടെ നിന്ന് മാറി കിട്ടി അത്രയും രക്ഷപ്പെട്ടു എന്നുള്ള ആൾക്കാണ്. അപ്പോൾ ശരിക്കും എന്താണെന്നറിയോ, വെക്കേഷൻ എത്തുമ്പോൾ നമ്മൾ പതറിപ്പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ പാരൻറ്റിങ് നടത്തുന്നത് മൊത്തം എന്താണെന്നറിയോ, പ്രിവിലേജ് കൊടുക്കലാണ്. സ്കൂൾ കൊണ്ടാക്കുക. നിങ്ങളൊരിക്കലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ എൻ്റെ കുട്ടി 2 മാസത്തിൻ്റെ കൂടെ കിട്ടിയാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടോ ഇവിടെ? എനിക്ക് എന്തൊക്കെ പഠിപ്പിക്കാണ്ടോനെ, എൻ്റെ കുട്ടി ഇന്നെ പോലെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിൽ ഒരു ചോദ്യം മാത്രം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. എന്താണെന്നറിയോ, വളരെ എളുപ്പത്തിൽ ഞാൻ ചോദിക്കാം. നിങ്ങളെപ്പോലെ നിങ്ങളുടെ കുട്ടി ആവണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊന്ന് കൈവക്കി നോക്കട്ടെ. സാറ് നോക്കിക്കോളൂ, തിരിഞ്ഞു നോക്കിക്കോളൂ കേട്ടോ, നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അതാ ഒരു പാരൻ്റ് ഉണ്ട്, മാഷാ അല്ലാ, 2. എന്താ പറയുക, ഞാൻ പറഞ്ഞത് നിങ്ങളാരും മോശമായിട്ട് അപ്പോൾ നിങ്ങൾ ആവേണ്ട പറഞ്ഞേ അല്ല. ഒന്ന് നിങ്ങളെക്കാൾ നന്നാവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അതാണ് ഒന്നാമത്തെ കാരണം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്. അതെന്താ അറിയോ, ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ തുടരുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ധാരണ കൂടി ഇതിലുണ്ട്. അതിന് അങ്ങനെ പറയാനൊരു കാരണം എന്താ അറിയോ, പൊതുവിൽ നമ്മൾ കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോഴും ശരിക്കും നമ്മളത്തിനും നോക്കിയാൽ മതി. ഞാൻ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് പറയട്ടെ. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്രശ്നമല്ലേ? നിങ്ങളുടെ ലൈഫ് നോക്കി പ്രശ്നമാണ്. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത്ര നോക്കാതെ നേരം കിട്ടാത്തതുകൊണ്ട് അടുക്കളത്തെ പണി ഉണ്ടാവും, ജോലിക്ക് പോകാണ്ടാവും, ബാക്കി തിരക്കുണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആവാത്തത്. അതല്ല, കുട്ടികളെ പോലെ ഡിപ്പെൻഡൻ്റ് ഏജ് നമ്മൾ പറയാം. ഡിപ്പെൻഡൻ്റ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രായങ്ങൾ ഡിപ്പെൻഡിങ് ഏജുകളാണ്. ഒന്ന് 1ാമത്തെ വയസ്സ് മുതൽ ഏകദേശം 25ാമത്തെ വയസ്സ് വരെ ഡിപ്പെൻഡിങ് ഏജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പ്രായമാണ്. ആ സമയത്ത് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. എത്രത്തോളം, ഇപ്പോൾ മാസാവസാനം ആകുമ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ആ വാപ്പാക്കളൊരു ബേജാറുണ്ടല്ലോ, ഉമ്മാക്കളെ ബേജാറുണ്ടല്ലോ, വീട്ടിൽ അടുത്ത നേരം ഭക്ഷണം എന്താണെന്ന്, ഇന്ന് നോമ്പറൊക്കെ എന്താണെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അത് കുട്ടികൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല, കാരണം ഡിപ്പെൻഡിങ് ഏജില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഉമ്മയും വാപ്പ ഇത് ഉണ്ടാക്കി തരുന്നവർക്ക് അറിയാം. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു 55 കഴിഞ്ഞാൽ 60 കഴിഞ്ഞാൽ വീണ്ടും ഡിപ്പെൻഡിങ് ഏജിലാണ് പോവുക. എന്ന് വെച്ചാൽ പിന്നെ വാപ്പാനത്ത് ഉമ്മനെ ചോദിക്കണം, ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഏത് നമ്മുടെ മക്കളടുത്ത് ചോദിക്കണം, ഒന്ന് പുറത്തിറങ്ങണം. ഇപ്പോൾ നമ്മുടെ വലിയമാരൊക്കെ നോക്കിയാൽ മതി. നിങ്ങൾ വീട്ടിലൊക്കെ എന്തിനും ഷുഗർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാർക്ക് ഷുഗർ ഞാൻ ഭയങ്കര പൂതിയുണ്ട്. ഷുഗർ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ആഗ്രഹം എന്താണ്, ലഡ്ഡു തിന്നാനാണ്. പക്ഷെ നമ്മൾ ഏറ്റവും റെസിസ്റ്റ് ചെയ്യണം എന്താണ്, ലഡ്ഡു തിന്നാതിരിക്കാനാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ഡിപ്പെൻഡിങ് ഏജിലായി മാറും, നമ്മൾ തടയുന്ന ആളുകളായി മാറും. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഡിപ്പെൻഡിങ് ഏജിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിലെ നമ്മുടെ ഒരു ജീവിത ശൈലികൾ, ആ സമയത്ത് നമ്മുടെ കൂടെ അവരെ കൂട്ടുക എന്നുള്ള ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഈ വെക്കേഷൻ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ 2 മാസങ്ങളെ കൂടെ കിട്ടുക എന്നുള്ളത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എടുക്കട്ടെ, ഞാൻ ഒരുപാട് സമയം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കളയുന്നില്ല. ഒന്നാമത്തെ പോയിന്റ്, കുട്ടികളുടെ മൊബൈൽ ജെന്യുവൻ ആയിട്ടും കൺസേൺ ആണെന്ന് പറയുന്ന ആൾക്കാരൊന്ന് കൈവക്കി. പ്രശ്നമുണ്ട്, എൻ്റെ കുട്ടീനെ മൊബൈൽ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് കൈവക്കി. അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അത് കൺട്രോളിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ അല്ലേ? അങ്ങനെ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടി അതിൽ അപകടത്തിൽപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കൈവക്കി നോക്കട്ടെ. ബാക്കിയുള്ളവർക്ക് മൊബൈൽ ഉപയോഗിക്കാത്തവരാ? നിങ്ങൾക്ക് എന്ത് തരത്തിലേക്ക് കൈ താഴ്ത്തിയിരിക്കണം എനിക്ക് അറിയണമല്ലോ. നിങ്ങൾക്ക് തീരെ പരിജ്ഞാനമില്ലാന്ന് എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറയെ കുറിച്ചിട്ട്. കാരണം മൊബൈൽ ഉപയോഗിക്കുന്നവർ എല്ലാവരും പെട്ടുപോകണമെന്ന് പറഞ്ഞ സമയത്താണ് നിങ്ങൾ ഈ കൈ താഴ്ത്തിയിരിക്കുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്താണെന്നറിയോ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വിചാരിക്കുന്നത് കുട്ടി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പൊതുവിൽ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് എത്ര സമയം ഉപയോഗിക്കുന്നുള്ള അഡിക്ഷനെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കാറുള്ളത്. ഇതാണ് ഒന്നാമത് നമുക്ക് അതിൽ പറ്റുന്നൊരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കുട്ടി ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ അവൻ്റെ കണ്ണിന് കേടാണ് അല്ലേ, കണ്ണ് കേടിരുന്നാ പറയാം. ഈ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്ന സാധനങ്ങളെക്കുറിച്ച് നമ്മൾ തീരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ മൊബൈലിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ നിങ്ങൾ കൈ പൊക്കാത്ത സ്ഥിതിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടണം. എന്താ അറിയോ, കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്ന ആളുകളൊന്ന് കൈവക്കി നോക്കട്ടെ, നിങ്ങളെ മക്കളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കൺസേൺ ഇല്ലായിട്ടല്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം,
സാധാരണ കുട്ടികൾക്ക് ചോദിക്കലെന്ന് അറിയോ, സ്വന്തമായിട്ട് മൊബൈലിൽ ആൾക്കാർ എത്ര കൈവെക്കും അപ്പോൾ ആരും കൈവെക്കില്ല, എല്ലാവരും കൈ താഴ്ത്തരും. ഉമ്മാൻ്റെ ഫോൺ ഉമ്മാനേക്കാൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ അപ്പോൾ എല്ലാവരും കൈവെക്കും. കാരണം ഉമ്മാൻ്റെ ഫോൺ ഉമ്മാനേക്കാൾ ടെക്നോളജി അറിയാനായിരിക്കാണ്, കുട്ടികൾക്കാണ്. ഉമ്മാക്ക് അറിയാത്ത, നമ്മൾ സാധാരണ പറയില്ല നിങ്ങളറിയാത്തൊരു ലോകം ഞാൻ കണ്ടിട്ട് അറിയില്ല, കുട്ടികൾ മൊബൈലിനെ കുറിച്ച് അത് പറയാം. നിങ്ങളെ മൊബൈൽ നിങ്ങൾ കാണാത്ത ലോകം ഞാൻ കണ്ടിട്ടെന്ന് അറിയും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അതേ മൊബൈലിൽ തന്നെ കുട്ടികൾ പോകുന്ന വേറൊരു ലോകമുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഞാൻ 1-2 പഠനങ്ങളെക്കുറിച്ച് പറയാം, അത് നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ഇവിടെയുള്ള പാരൻസൊക്കെ 15 വയസ്സിന് താഴെ കുട്ടികളുടെ ആൾക്കാരല്ലേ അല്ലേ? ഞാൻ പറയുന്ന ഒന്നാമത്തെ അപ്രിയമായ കാര്യം എന്താ അറിയോ, 14 വയസ്സിനുള്ള കുട്ടികൾക്കുള്ള 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല, കട്ടായാണ്. ഇതിലിഞ്ഞ് പഠിക്കാൻ കൊടുക്കാൻ പറ്റുമോ, ഡിജിറ്റൽ ഇത് പറ്റുമോ, നല്ലതിന് പറ്റുമോ, യൂട്യൂബിൽ ഇന്നത് കാണാൻ പറ്റുമോ? നോ ചാൻസ്. മൊബൈൽ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നിങ്ങൾക്കൊരു പുച്ഛം വരുന്നു പറഞ്ഞല്ലേ, ആ പുച്ഛങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിലെന്താണെന്നറിയോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊതുവിൽ നമ്മളെപ്പോഴും റിയാലിറ്റിയെ വെച്ച് തട്ടി നോക്കുക നമ്മുടെ എക്സ്പീരിയൻസുമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയാലിറ്റിയിൽ എന്താണെന്നറിയോ 14 വയസ്സിന് താഴെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ ആദ്യം വരുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് പറ്റുമോ, ഇപ്പോഴത്തെ കാലത്ത് 14 വയസ്സോ 2ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന മൊബൈൽ ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സിൽ വരിക. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. 14 വയസ്സിന് താഴെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ സയൻറ്റിഫിക് ജേണലുകളും പറയുന്നു മിനിമം 15 വയസ്സാണ്. ഞാനിത് 14 വയസ്സെന്ന് പറയാൻ കാരണം കുറച്ചുകൂടിയും നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ജേണലുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് 14 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാനേ പാടില്ല എന്നാണ്, കൊടുക്കാനേ പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുട്ടികൾ ഇന്ന് ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർ കാണുന്ന യൂട്യൂബും ഫേസ്ബുക്കും മെറ്റയുടെ വാട്സപ്പും ഇൻസ്റ്റഗ്രാം അടക്കം ഉണ്ടാക്കിയ ആളുകൾ അവരുടെ മക്കൾക്ക് അവരിത് കൊടുക്കണില്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് ബിൽ ഗേറ്റ്സ് സ്പീച്ച് അബൌട്ട് മൊബൈൽ ഫോൺ ആൻഡ് ചിൽഡ്രൻ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഇതിനെക്കുറിച്ച് കിട്ടും. നിങ്ങൾ ഇനി ഓരോ ആളുകളെ കുറിച്ച് അടിച്ചോളിയും, ടെക് ജയൻസ് ആയിട്ടുള്ള വാട്സപ്പിൻ്റെ ഓണർ, ഫേസ്ബുക്കിൻ്റെ ഓണർ, ഇൻസ്റ്റഗ്രാമിൻ്റെ ഓണർ, ഇവരൊക്കെ അടിച്ചോളിയും. ഇവരാരും വീട്ടിലെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണില്ല. പക്ഷെ അവരുണ്ടാക്കിയ സാധനം വെച്ചുള്ള ഫോൺ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ നല്ലൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കൂല എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ ടിപ്സ് പറയാനുള്ള കാരണം എന്താ അറിയോ, ഒന്നാമത്തെ കാര്യം, മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ പൊതുവിൽ കുട്ടികൾ ഫ്രീ ടൈമിൽ എത്തുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാനുള്ള കാരണം ആൾട്ടർനേറ്റുകൾ ഇല്ല എന്നുള്ളതാണ്, വേറൊന്നും ചെയ്യാനുള്ളതാണ് അല്ലേ. പുതിയ കാലത്ത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മൊബൈൽ ഫോൺ അവരെ കയ്യിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? അതിനെന്താ ഉത്തരം കൊടുക്കുക നമ്മൾ? ഇനി എന്താ ചെയ്യാമ്മ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? അടുക്കളയ്ക്ക് വന്ന് ഇങ്ങനെ കുട്ടി ചോദിക്കുക, വായനയെ കുറിച്ച് പറയും. അതാണ് നമ്മൾ അടുത്ത പരിഹാരം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അപ്രിയമായ സത്യം ഉണ്ടല്ലോ, അതിൽ ഒന്നാമത്തെ അപ്രിയമായ സത്യം ഇതാണ്. എന്താ അറിയോ, ഒന്നാമത്തെ അൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് വായനയാണ്. എത്ര ആളുകൾ കഴിഞ്ഞ് ഒരു വർഷത്തിനിടക്ക് ഒരു 2 ബുക്കൊക്കെ വായിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ കൈവയ്ക്കുന്ന നോട്ടെ. ബാക്കിയുള്ളവരൊക്കെ എന്ത് വായനയെ കുറിച്ചാണ് ഇനി പറയാൻ പോണേ? ഒരു വർഷത്തിനിടയ്ക്ക് 2 ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കണം എന്താ അറിയോ, ശരിക്കും നമ്മൾ ആരോട് എന്തിനെ പറ്റിയാണ് പറയണത്? കുട്ടികളെടുത്ത് വായനയെ പറ്റിയാണ് പറയണത്. ഏത് കുട്ടികൾ വായിക്കണം നമ്മൾ വിചാരിക്കണത്? ഞാൻ പറഞ്ഞത് പാരൻറ്റിങ് ക്ലാസ് പറഞ്ഞാൽ നിങ്ങളൊരിക്കലും കുട്ടികളെ രക്ഷാകർത്തൃത്വം പഠിപ്പിക്കലല്ല, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കുട്ടികളെ രക്ഷിതാവായി ഇങ്ങനെ മാറിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ മാറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ജീവിക്കണമെന്നില്ല, നിങ്ങൾ ഇനി വായിക്കൊന്നും വേണ്ടേ? ഈ വായിക്കാനൊക്കെ പറഞ്ഞാൽ എന്താ വിചാരിച്ച് 20 വയസ്സിന് മുമ്പ് വായിച്ച് നിർത്തേണ്ട സാധനമാണെന്നാ, അത് കഴിഞ്ഞ് പിന്നെ തുറക്കാൻ പറ്റാത്ത പോലെ സാധനമാണത്. നമ്മളെന്താ വായിക്കാത്ത? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അക്ഷരം വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ? ഇവിടെ വായിക്കാൻ അറിയാത്തവരാ? അപ്പം നമ്മൾ പോലും ശ്രമിക്കാത്തൊരു സാധനം നമ്മുടെ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് എന്താ അർത്ഥമുള്ള സുഹൃത്തുക്കളെ? എന്താ അർത്ഥമുള്ളത്? ഇവിടെ തുടങ്ങുന്നുണ്ട് ശരിക്കും നമ്മുടെ മാറ്റം. ഞാൻ പറയുന്നത് എവിഡൻ്റായി പറയുന്നു, ക്വാളിറ്റിയുള്ള രക്ഷിതാക്കളുടെ മക്കൾ ക്വാളിറ്റിയുള്ള മക്കളാണ്. അതല്ലാത്ത രക്ഷിതാക്കളൊക്കെയും ഈ ഫീൽഡിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാം. എറണാകുളത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ വളരെ യാദൃശ്ചികമായിട്ടൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വീട്ടിലത്തെ ഷോക്കേസിൽ മൊത്തമുള്ള ബുക്സാണ്. ഞാൻ ഈ ബുക്സ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല വായിക്കുന്ന വീട്ടിലുണ്ടെങ്കിൽ നല്ല ബുക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ അയാളോട് സംസാരിച്ച് അത്രയും സമയം ഞെട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും ഞെട്ടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ, ആ മനുഷ്യന് പറഞ്ഞതിൻ്റെ ഒരു വാക്ക് എന്താ അറിയോ, കുട്ടി പുസ്തകം വായിച്ച് എടങ്ങാറാവാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ പറഞ്ഞൊരു കുട്ടീനെ കുറിച്ചിട്ട്, ഒരു രക്ഷിതാവിനെ കുറിച്ചിട്ട് പുസ്തകം വായിച്ച് എടങ്ങാറായിന്ന്? ഞാൻ പറഞ്ഞത് 2 നൂറ്റാണ്ട് മുമ്പത്തെ കാര്യമല്ല, ഞാൻ 2 മാസം മുമ്പ് വിസിറ്റ് ചെയ്തൊരു വീട്ടിലത്തെ കാര്യം പറയണത്. എങ്ങനെ ഇന്ന് ടെക്നോളജിയെക്കുറിച്ച് പറയുന്ന, ലഹരിയെക്കുറിച്ച് പറയുന്ന ഇതേ കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവിനെ കുട്ടികൾ അങ്ങനെ വായിപ്പിക്കാൻ പറ്റുന്നുണ്ട്?
അവിടെ ചില പാഠങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ, നമ്മളെ വെക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഈ 2 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്കുണ്ടല്ലോ നിർബന്ധമായിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടി പുസ്തകം വായിക്കൽ തന്നെയാണ്. കാരണം സാധാരണ അക്കാഡമിക് ടൈമിൽ ഒരു ജൂൺ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് അവന് കിട്ടാത്ത സമയം അവന് കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നത് മൊത്തം കളിക്കാനുള്ളതല്ല. പക്ഷേ അവൻ വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 മാസം നിങ്ങളുടെ ഷെഡ്യൂളിൽ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. നമ്മളെന്താണെന്നറിയോ, കുട്ടിക്ക് വെക്കേഷൻ ആകുമ്പോൾ നമ്മൾ ബിസിയാണ്, നമ്മൾ ബാക്കി 12 മാസം പോലെ തന്നെ ഓടുന്നത്. മറിച്ച് കുട്ടിക്ക് വെക്കേഷൻ ആവുന്ന 2 മാസം നമുക്ക് വേറെ വല്ല ഷെഡ്യൂളുണ്ടോ? നമ്മളൊന്ന് ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ടോ? ഒന്ന് ടൈം ഒന്ന് മാറ്റിയിട്ടുണ്ടോ? മാറ്റണം എന്നാണ് പറയുന്നത്, മാറ്റണം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളിലും ആ മാറ്റത്തിൻ്റെ കുറേ ആവശ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, റീഡിങ്ങിന് നിങ്ങൾ ഈ 2 മാസം എത്ര സമയം കണ്ടെത്തുന്നുവോ അതേ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരുന്ന കുറേ റിബൽ ചിന്തകളും കമൻറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, വളരെ എളുപ്പമാണ് കാര്യം. എത്രയെന്നറിയോ, കുട്ടി നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് സമയം, ഇപ്പോൾ രാത്രിയിലായിക്കോട്ടെ, ഇപ്പോൾ ഖുർആൻ ഓതുന്ന പാരൻസ് ആണെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്ത് കുട്ടീനെ കൂടെ ഇരുത്തണം. ആ സമയത്തേ കൂടെ ഇരുത്തേണ്ടുള്ളൂ. ആ സമയത്ത് കൂടെ ഇരുത്തി കുട്ടികളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുക, നിങ്ങളും ഓതണം. മറിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആവുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞാൽ കുട്ടി വായിക്കൂല. കാരണം അവൻ ആ ശീലമില്ല. ആ ശീലം തുടങ്ങണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്നറിയോ, അവൻ്റെ മുമ്പിൽ ജീവിക്കുന്നൊരു എക്സാമ്പിൾ വേണം. അതുകൊണ്ട് ഇത് പാരൻസ് ലേഡീസിന് മാത്രമുള്ളതല്ല, ഇത് ജെൻസിനും കൂടി ഉള്ളതാണ്. ഞാൻ ശരിക്കും പറയട്ടെ, പൊതുവിൽ ഈ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തമൊക്കെ ഈ പണവും അല്ലെങ്കിൽ അത് കൊടുക്കലുമായി മാത്രം കണക്റ്റായി മാറുന്നൊരു സമയമുണ്ടല്ലോ, അത് വലിയൊരു അപകടമാണ്. കാരണം ഈ പിതാവിൻ്റെ വായനയിൽ നിന്നും കുട്ടികൾ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. കാരണം എന്താ പറയുക, ഈ ഫാദർ മദർ എന്ന് പറയും നമ്മൾ പൊതുവിൽ കാണുന്നത് പാരൻസ് എന്ന ഒറ്റ അച്ചിലാണെങ്കിൽ അങ്ങനെയല്ല. അത് 2 പേർക്കുള്ള ഡ്യൂട്ടി രണ്ട് ഡൈവേഴ്സാണ്, 2 ലോകങ്ങളാണ്. ഒരു പെൺകുട്ടിക്ക് ഉപ്പയിൽ നിന്നും കിട്ടുന്ന പാഠമല്ല ഒരു ആൺകുട്ടിക്ക് ഉപ്പയിൽ നിന്നും കിട്ടുക. ഒരു പെൺകുട്ടിക്ക് ഉമ്മയിൽ നിന്നും കിട്ടുന്ന പാഠമല്ല ആൺകുട്ടിക്ക് ഉമ്മയിൽ നിന്നും കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കിട്ടുന്ന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അതിപ്പോൾ നമുക്ക് അറിയണമെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് വളരെ സ്പെസിഫിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉമ്മ, ആ ഉമ്മയുടെ വായനാശീലം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയിൽ ഉണ്ടാക്കുന്ന ചിന്ത എന്തായിരിക്കും? അത് ഒരു ഉമ്മ വീട്ടിൽ വായിക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല, ഉമ്മ വേറെ തിരക്കുന്നില്ല, പക്ഷേ സ്റ്റിൽ ഉമ്മ വായിക്കേണ്ടത് പറയുമ്പോൾ ശരിക്കും ജീവിതത്തിൽ ഒരു കാലത്തും വിട്ടുകളയാനേ പറ്റാത്ത ഒരു ശീലമാണ് വായന എന്നുള്ള ചിത്രം ആ കുട്ടിക്ക് കിട്ടില്ലേ? എന്നാൽ അതേ സമയത്ത് ഒരു ഉപ്പ വായിച്ചു കഴിഞ്ഞാൽ ഉപ്പാനെന്ന് കിട്ടുന്ന കാര്യം എന്താ? എന്തെല്ലാം തിരക്കിൻ്റെ ഉപ്പാക്ക് ഉണ്ടായിട്ടും, ജോലി തിരക്കുണ്ടായിട്ടും രാത്രി വീട്ടിൽ വന്ന് എൻ്റെ ഒപ്പം ഒരു പുസ്തകം വായിക്കണമെന്ന് പറയുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും കൈവിടാൻ പറ്റാത്ത ഒന്നാണ് വായന എന്നുള്ള ചിത്രം കുട്ടിക്ക് ഉപ്പ വായിക്കുമ്പോൾ കിട്ടും. ഇത് 2 ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഞാൻ പറയുന്നത് വായിക്കുക എന്ന് പറയുമ്പോൾ ഈ വെക്കേഷൻ നിങ്ങളുടെ എല്ലാം അജണ്ടയിൽ ഒന്നാമതായി ഉണ്ടാവേണ്ടത്, വെക്കേഷൻ പാരൻറ്റിൽ ഒന്നാമതായി ഉണ്ടാവേണ്ടത് നിങ്ങൾ ഈ വെക്കേഷനിൽ വായിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുസ്തകങ്ങൾ വാങ്ങിയാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ പുസ്തകങ്ങളൊക്കെ കുറേ ലൈബ്രറിക്കുള്ള ആൾക്കാരുടെ കൈവയ്ക്ക് നോട്ടെ, കുറേ പേരുണ്ട്. എന്നിട്ട് ഞങ്ങൾ വായിക്കാതെ, അതൊക്കെ പിന്നെ ലൈബ്രറിക്കൊക്കെ ഉള്ളതാണ്. ഓക്കെ, പിന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ ബുക്കുകൾ അധികമല്ല, കുട്ടിക്ക് വെക്കേഷൻ കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കൈവയ്ക്ക് നോട്ടെ. ബുക്കൊന്നും വേണ്ട വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ ഇതിൽ? ഇല്ലല്ലോ അല്ലേ? ആയിക്കോട്ടെ, ഞാൻ കുറച്ച് ബുക്സിൻ്റെ സജഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചത്. ബുക്സ് ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ബുക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വാങ്ങിക്കണം ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി വാങ്ങേണ്ട ചില ബുക്കുകൾ ഞാൻ പറയാം. അതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്കുണ്ടല്ലോ ഈ വെക്കേഷൻ തുടങ്ങുന്നതിന് മുൻപ്, ഇപ്പോൾ നിങ്ങൾ കുട്ടി പൂട്ടിയിട്ടില്ല പോകണം, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ കുട്ടികളെയും കൊണ്ട് ഒരു ബുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ കഴിയുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒരു ഓർഡർ എടുത്ത് പോയാൽ മതി. പക്ഷേ ഒരു ബുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യണം. ആ കുട്ടിക്ക് ആദ്യമൊക്കെ ഒരു പുതുമയായിരിക്കും. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളെ കുട്ടികൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, പക്ഷേ അവൻ സ്ലോലി അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അവൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ അവൻ അക്സെപ്റ്റ് ചെയ്യും. അവന് ഊട്ടി ഇഷ്ടപ്പെടുന്നത് പോലെ ബുക്ക് ഷോപ്പ് ഇഷ്ടപ്പെടും. അത് ഇഷ്ടപ്പെടണമെങ്കിൽ എപ്പോഴും പോണ സ്ഥലമായി അത് മാറണം. അപ്പോൾ ഒന്നാമത്തെ ഒരു അജണ്ടയായിട്ട് നമുക്കിത് എടുക്കാം. എന്തെന്നറിയോ, ഈ വെക്കേഷനിൽ നിങ്ങളൊന്ന് വായിച്ചു തുടങ്ങും. 2, നിങ്ങൾ ഒരു ബുക്ക് ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്ത് നിങ്ങളെ കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവന് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഈ 2 അജണ്ട എടുത്തുകൂടെ? നമുക്ക് എടുക്കാമല്ലോ അല്ലേ? വെക്കേഷൻ പാരൻറ്റിങ്ങിൽ പൊതുവിൽ നമ്മൾ പറയലുണ്ട്, ഇപ്പോൾ വെക്കേഷനിലൊരു ടൈം ഷെഡ്യൂൾ നോക്കുമ്പോൾ കുട്ടി ഫുൾ ടൈം നമ്മളൊപ്പം ഉണ്ടല്ലോ, 24 hours ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് നമ്മൾ കുട്ടികളോട് വായിപ്പിക്കുക? ഏത് സമയത്താണ് വായിപ്പിക്കുക? ഒരു ഐഡിയൽ ടൈം ഉണ്ടോ? അങ്ങനെ ഐഡിയൽ ടൈം പറയുകയാണെങ്കിൽ ഏത് സമയത്ത് നമ്മൾ പറയാം? രാവിലെ ആവും, രാത്രി മഗ്‌രിബിന് ശേഷം. ഓക്കെ, എന്നാൽ ഞാൻ പറയണത് വെക്കേഷനിൽ നമ്മൾ അങ്ങനെ സമയം കൊടുക്കരുത്.
വെക്കേഷൻ അങ്ങനെ സമയം കൊടുക്കരുത്. കാരണം ബാക്കിയുള്ള സമയത്തൊക്കെ കുട്ടി അങ്ങനെ ഷെഡ്യൂളായി ജീവിച്ച ആളാണ്. അതുകൊണ്ട് വെക്കേഷനിലും കൂടി നിങ്ങൾ പോയിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടിക്ക് സഹിക്കൂല അത്. അതുകൊണ്ട് നമ്മളെ മക്കളുടെ കാര്യത്തിൽ വെക്കേഷനിൽ നിങ്ങൾ ഒരു ഷെഡ്യൂളൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങളിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന സമയത്ത് അങ്ങനെ ഷെഡ്യൂളൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് ജനറലി ഒരു ടൈം ഷെഡ്യൂളിൽ റീഡിങ്ങിന് ഇത്ര സമയം വേണമെന്നുള്ളത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. ഇത്ര സമയമാണെന്നുള്ളത് ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് കുട്ടിയെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം മറ്റേ പഠിക്കാതിരിക്കുമ്പോണ്ടല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ പോയി എത്തി നോക്കൂലേ, ആ നോട്ടം നിങ്ങൾ നോക്കണ്ട കേട്ടോ. അങ്ങനെ നോക്കിയാൽ ഞങ്ങൾ വെക്കേഷനൊക്കെ ആകേണ്ട അലമ്പാവും, കുളമാവും. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുട്ടി വായിക്കുന്നൊരു ഉറപ്പ് വരുത്താനുള്ള ചെറിയൊരു പണി നിങ്ങൾ ആദ്യമൊക്കെ എടുത്താൽ മതി. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ വായിക്കുക, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അവർക്ക് കഴിയില്ല, ബുക്കിന് മുന്നിൽ ഇരിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഇത് പറയുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു പുതിയ ശീലം ഏതാണെങ്കിൽ വളർത്താൻ നല്ല പണിയാണ്. ഈ ശീലങ്ങളൊക്കെ വളർത്തിയില്ലെങ്കിൽ എന്താ പറയുക പ്രശ്നം. ഇപ്പോൾ സാധാരണ 2 കാര്യങ്ങൾ നമ്മൾ പറയാറുള്ളൂ. ഒന്ന്, ഈ പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പ്രായമുള്ള കുട്ടികളെ MDMA ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ചെന്നൊക്കെ പറയില്ലേ, ആളുകളെല്ലാവരും കാണുക സർക്കുലർ കോസാലിറ്റി, ലീനിയർ കോസാലിറ്റി നമ്മൾ സൈക്കോളജിയിൽ പറയും. എളുപ്പത്തിൽ പറഞ്ഞാൽ അറിയോ, ലീനിയർ കോസാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാർമേഘം ഇരുണ്ട് മൂടുന്നു, മഴ പെയ്യുന്നു, അങ്ങനെ പറയില്ലേ. ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെയും അതിൻ്റെ അപകടങ്ങളെയും കുറിച്ച് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അവൻ ലഹരി ഉപയോഗിച്ചു, അതുകൊണ്ട് അവൻ വെട്ടിക്കൊന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് ലീനിയർ കോസാലിറ്റി, ഒരു കാരണവും അതിൻ്റെ പ്രത്യാഘാതവും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അതല്ല സംഭവിക്കുക. സർക്കുലർ കോസാലിറ്റിയാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അവർ ഒരു പ്രശ്നത്തിലെത്തുക. അതുകൊണ്ടെന്താ അറിയോ, നമ്മുടെ പരിഹാരങ്ങളൊക്കെയും ഒരുപാട് പരിഹാരങ്ങളായിരിക്കും. ഒരു സ്പെസിഫിക് ആയിട്ട് കുട്ടി ഇന്നത് ചെയ്താൽ നന്നാവും, ഇന്നത് ചെയ്താൽ കേടും എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുറേ പരിഹാരങ്ങൾ പറയുമ്പോൾ ചെറുതായിരിക്കും, വളരെ മൈന്യൂട്ടായിരിക്കും. പക്ഷെ ആ മൈന്യൂട്ടായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വൈഡായിരിക്കും. റീഡിങ്ങിൻ്റെ മാത്രം കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഒന്ന് എന്താ അറിയോ, ഒരു കുട്ടി റീഡ് ചെയ്യുമ്പോൾ അവനുണ്ടാവുന്ന ഏറ്റവും ആദ്യത്തെ തോട്ട് എന്ന് പറയുന്നത് എന്താ അറിയോ, ഏതൊരു കാര്യവും പഠിക്കണമെങ്കിൽ അത് കോംപ്ലക്സ് ആണെന്നുള്ളതാണ്. കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താ അറിയോ, കുറച്ച് സമയമെടുത്താൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളതാണ്. പുതിയ കാലത്തെ കുട്ടികൾക്കില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഈ യൂട്യൂബിലത്തെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയില്ല ആ ടീച്ചേഴ്സിനെ. ആ പരീക്ഷേൻ്റെ തലേദിവസങ്ങൾ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഡേ സ്കൂളേഴ്സ് അല്ലേ, പാരൻസ് അല്ലേ കൂടുതലുള്ളത്, കുറച്ചല്ലേ ഹോസ്റ്റേഴ്സിൻ്റെ പാരൻസ് ഉള്ളൂ. മിക്കവാറും കുട്ടികളൊക്കെയും ആ സൈലത്തിൻ്റെ ടീച്ചർമാരുണ്ടല്ലോ. ആ സൈലം ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുള്ളതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ ടീച്ചർമാർ കഷ്ടപ്പെട്ട് ഒരാഴ്ചയൊക്കെ ലെസൺ പ്ലാൻ ഉണ്ടാക്കി ടീച്ചർ നോട്ട് ഉണ്ടാക്കി പഠിപ്പിക്കുന്ന സ്ഥാനക്ക് ചങ്ങവരോട് പഠിപ്പിക്കും. ഇത് പഠിപ്പിക്കാൻ കുട്ടിക്ക് എന്താ ഭയങ്കര എളുപ്പമല്ലേ. എന്താണെന്നറിയോ, ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ വളരെ ലെസ് ടൈം കൊണ്ട് എനിക്ക് നോളേജ് കിട്ടുന്നുള്ള ചിന്ത കുട്ടിക്ക് വന്നുകൊണ്ട് എന്താ വെച്ചാൽ, വായന എന്ന് പറയുന്ന സാധനം അവർക്കുണ്ടാക്കുന്ന ഏറ്റവും ആദ്യത്തെ ചിന്ത ഏതൊരു കാര്യവും പഠിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുള്ളതാണ്. കാരണം ഒരു ബുക്ക് ഇങ്ങനെ പഠിക്കണമെങ്കിൽ മറിക്കന്നെ വേണ്ട, ഈ പേജ് മറിക്കന്നെ വേണ്ടേ. സാധാരണ റിസർച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളാണ്, ഗവേഷണം ചെയ്യുന്ന ആളാണ്. നമ്മുടെ അടുത്തുണ്ടല്ലോ എല്ലാവരും വന്ന് ചോദിക്കും എന്താ പണി എന്ന് ചോദിക്കുക. കാരണം ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഈ ജോലി ചെയ്യുക, പണിയെടുക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ലൈബ്രറി കയറിയിരിക്കുക ചെയ്യുക, രാവിലെ കയറിയാൽ വൈകുന്നേരം വരെ ലൈബ്രറിയിൽ, പിന്നെ പുറത്തിറങ്ങും. അപ്പോൾ എന്താ അവിടെ കാട്ടണമെന്ന് ചോദിക്കുക. ഇത് മറിച്ചാലല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ റോബോട്ടൊന്നുമല്ലോ ഇങ്ങനെ ആക്കിയത് ഉള്ളിൽ കയറ്റാൻ. അപ്പോൾ ഇതിങ്ങനെ മറിക്കണം. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണ്, ഇത് മറിച്ച് പഠിക്കണം എന്നുള്ളതാണ്. ആ ശീലമുണ്ടല്ലോ, ആ ഒരു സിമ്പിൾ ശീലമുണ്ടല്ലോ, അത് മാത്രം കുട്ടിയിട്ടുണ്ടല്ലോ നിങ്ങളെ വാശി കുറക്കും, കുട്ടിയുടെ പൊരിച്ച് നിൽക്കും. വായന കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണത്തിൽ ഒന്ന് എന്താ പറയുക, അവൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി എന്താ പറയുക കണ്ടൻമെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ട്രാൻക്വിലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറച്ചുകൂടി സ്വസ്ഥനാവും, കുറച്ചുകൂടി സമാധാനമുള്ള ആളായി മാറും. ഒരു സ്ഥലത്ത് പോയി എങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കൂല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലോ അതെ, ഒരു കുടുംബ വീട്ടിൽ പോയാലോ അതെ, ഒരു പരിപാടിക്ക് വിരുന്നിന് 4 ആൾ കൂടിയാലോ അതെ, ഒരു പൊരിച്ചിലുണ്ടല്ലോ കുട്ടിക്ക്, അത് ഇങ്ങോട്ട് കുറയും. കാരണം ക്ഷമ ഇങ്ങനെ പഠിക്കുവാൻ മറിച്ച്. രണ്ടാമത്തെ എന്താ അറിയോ, ഏതൊരു കാര്യവും മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് വായിക്കാൻ പഠിക്കും. ഇത് ഭയങ്കര വലിയ ക്വാളിറ്റി. ഒരു പുസ്തകത്തിന് ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടോ, ഏത് പുസ്തകം ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടിക്ക് വായിക്കാൻ കൊടുക്കുന്ന ചെറിയ പുസ്തകം ഉദാഹരണം എടുക്കുക. അപ്പോൾ കുട്ടിക്ക് വായിക്കാൻ കൊടുക്കുന്ന സാധനം ആൽക്കമിസ്റ്റ്. നിങ്ങൾക്ക് അറിയണ പുസ്തകമാണോ ആൽക്കമിസ്റ്റ്? കുറേ പേർക്കൊക്കെ അറിയാം. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിൻ്റെ ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ് എന്നൊരു പുസ്തകം ഒരു കുട്ടി വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ആൽക്കമിസ്റ്റ് വായിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ മാത്രം പോരാ. കുട്ടി ശരിക്കുണ്ടല്ലോ വേറൊരാളുടെ ലോക വീക്ഷണം പഠിക്കുകയാണ്, വേറൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പഠിക്കുകയാണ്, അവൻ വേറെ ലോകത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഇങ്ങനെ കുറേ ഗുണങ്ങൾ നമ്മൾ പറയുന്ന ഒരു നിസ്സാരമായ വായനാശീലത്തിൽ മാത്രം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മളത് പറയേണ്ടത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ വായിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരെ വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതൊരു അർത്ഥം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് വായനയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ടിപ്സിൽ ഒന്നാമത്തെ കാര്യം, എവിടെ എൻ്റെ ഫോണ്? ഓക്കെ, ഞാൻ കുറച്ച് ബുക്സിൻ്റെ പേര് പറയാം. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ ഉള്ളതിന്? ഫോണുണ്ടോ? ഓക്കെ,
പറയട്ടെ, ഈ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് സ്റ്റാളിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങാം കേട്ടോ. ഓക്കെ, ഞാൻ കുട്ടികളുടെ ഒരു ഏജ് കാറ്റഗറി വെച്ചിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, 5ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ ഇവിടെ? 5ാം ക്ലാസ്സിന് താഴെയുള്ള പാരൻസ്? നിങ്ങളെ കുറേ പേരുള്ളല്ലേ? പഠിച്ചോനെ, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ വല്ലാതെ പരിഗണിച്ചിട്ടില്ല. കാരണം 5ന് മേലുള്ള പാരൻസിനെ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. എന്തായാലും ഈ ബുക്കൊക്കെ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ദ സീക്രട്ട് ഗാർഡൻ. ഓക്കെ, ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സമ്മതിച്ചിരിക്കണം കേട്ടോ, ഭയങ്കര മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. ഹാർനസ്ഡ്, കൊയ്യ, ഹാർനസ്ഡ്. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. പിന്നുള്ളത് കുറച്ച് വലിയ ആൾക്കാർക്കുള്ളതാണ് ഇതിലത്തെ. പിന്നെ ദ ആൽക്കമിസ്റ്റ്. 5 വയസ്സിലൊക്കെ വായിക്കാൻ, അല്ല മീൻസ് 5ാം ക്ലാസ്സിലൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. അതിന് താഴത്തേക്ക് ചിലപ്പോൾ അത് ദഹിക്കൂല. ആൽക്കമിസ്റ്റ്. പിന്നെ ഓക്കെ, ഇതിലുള്ളതൊക്കെ ബാക്കി കുറച്ച് കട്ടിയുള്ളത്. 5ന് മേലുള്ള പാരൻസ് കൈ വയ്ക്കും നോക്കട്ടെ. നിങ്ങൾ കുറേ പേരുണ്ടോ? ഓക്കെ, നിങ്ങളും ഉണ്ടല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം. ദ ഗിവർ, GIVER. ഇംഗ്ലീഷിലെ ബുക്കുകൾ മാത്രം പറയാമെന്ന് വിചാരിക്കേണ്ട. ഇംഗ്ലീഷിലെ ബുക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി മലയാളത്തിലെ ബുക്ക് നിങ്ങൾ വേറെ അടുത്ത് ചോദിച്ചാലും കിട്ടും. ഓക്കെ, നിങ്ങൾ പാരൻസ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബുക്സുകൾ കുട്ടി നിർബന്ധമായി വാങ്ങിക്കൊടുക്കേണ്ട ബുക്കുകളെ ഞാൻ പറയണം കേട്ടോ. ഇനി ഗ്രിറ്റ്, GRIT, ഗ്രിറ്റ് കുറച്ച് വില ബുക്കാണ് കേട്ടോ. ഓക്കെ, അത് മതി. ഇനി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പണി ഉണ്ടെന്ന് അറിയോ? ഏതൊരു ബുക്ക് സ്റ്റാളിൽ പോയാലും ആ ബുക്ക് സ്റ്റാളിലുള്ള ബുക്ക് കീപ്പർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ സ്റ്റാളിലത്തെ ആളുണ്ടല്ലോ, അയാൾക്ക് ചോദിച്ചാൽ കറക്റ്റ് ഏജിൽ ഏതൊക്കെ വായിക്കണം എന്നുള്ളതൊക്കെ അയാൾക്ക് അറിയാം. അയാൾ കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനുവേണ്ടി പോകണം. കുട്ടീനെ കൂട്ടിയിട്ട് പോയാൽ മതി. എന്നിട്ട് ബുക്ക് സ്റ്റാളിലെ ആ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോവുക. എന്നിട്ട് അവരവരുടെ ഏജ് നോക്കുക, ആ ഏജിലുള്ള കുറച്ച് പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുക. എന്നിട്ട് ആ പുസ്തകത്തിൻ്റെ അജണ്ട വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വായിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെയും സോഷ്യൽ മീഡിയക്ക് ബദലായിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇനി ആ സാധനത്തേക്ക് തിരിച്ചു പോകണം. സോഷ്യൽ മീഡിയ എന്നുള്ള വിഷയമാണ്. മൊബൈൽ എന്നുള്ള സാധനം മാറ്റി വെക്കും. ബുക്ക് മാത്രമല്ല പരിഹാരം. സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ എന്നുള്ള സാധനത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം എന്താണെന്ന് നമ്മൾ അറിയണം, നന്നായി അറിയണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ കാണുന്ന ഷോർട്സും റീൽസും, ഇത് കുട്ടികൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത്, ഞാൻ ഇപ്പോൾ ആ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ അടക്കം കണ്ടു അപ്പുറത്തുള്ള കുട്ടി, അത് ആരെ കുട്ടിയെന്ന് എനിക്കറിയില്ല, ആ കുട്ടി അവിടെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ കുഞ്ഞു ഇവിടെയുള്ള ആരോ ആണ്, അത് ആരെ മക്കളാണെന്ന് ഞാൻ ചോദിക്കണില്ല. ഞാൻ പറഞ്ഞത് ഇത് വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടി വാശി പിടിക്കുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം കരയാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ കുട്ടിയുടെ കയ്യിൽ ഒരു കത്തി കൊടുത്ത അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഒരു കത്തി കൊടുത്താൽ, ഞാൻ ഇതിന് ആലങ്കാരികമായി പറയല്ല സുഹൃത്തുക്കളെ, ഈ ഷോർട്സും റീൽസും ഉണ്ടാക്കുന്ന ഷെറാണ് ഈ കാണുന്ന കുട്ടികൾക്ക് മൊത്തം ഉണ്ടാവണ ഇപ്പോഴത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ. അത്രത്തോളം കണ്ടന്റുകൾ അതിൽ കൂടെ കിട്ടുന്ന കുട്ടികൾക്ക്. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാധനം വായിച്ചില്ലേ, നോ വാട്ട് ദേ സീ. ഇതെന്താണെന്നറിയോ? പൊതുവിൽ ഫോൺ കൊടുക്കുന്നൊക്കെ കുട്ടികളെ ഒറ്റയ്ക്കിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത് അവരെ ലോകത്തേക്ക് പറഞ്ഞേക്കലാണ്. ഇവിടെ നമ്മൾ ശരിക്കും ഒരു മാറ്റം വരുത്തണം. നമുക്കൊരു സർവൈലൻസ് ക്യാമറ ആവാനൊന്നും പറ്റൂല, ഫുൾ ടൈം ക്യാമറ പോലെ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല. പക്ഷേ നിങ്ങൾ അവർ കാണുന്നതെല്ലാം നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ അറിയണം. അറിയാൻ എന്ത് വേണം? എന്ത് ചെയ്താൽ മതി? അവർ കൂടെ മൊബൈൽ നോക്കിയിരിക്കണമെന്നുണ്ടോ? ഇല്ല. അവർ കാണുന്ന കാര്യങ്ങളെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചാൽ മതി. അത് പറയും, കുട്ടികൾ പറയും. ഞാൻ പലപ്പോഴും പറഞ്ഞ എൻ്റെ മാത്രം അനുഭവമാണ്. എൻ്റെ ഒരു ചെറുപ്പകാലത്ത്, ഞാൻ എൻ്റെ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ഒരു മഞ്ചുണ്ട്, മറ്റേ അരിമഞ്ചല്ലേ? നിങ്ങളുടെ വീട്ടിൽ മഞ്ചാന്നല്ലേ ഇവിടെ പറയാം? മഞ്ചുണ്ട്. അപ്പോൾ ഈ മഞ്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. പിന്നെ അന്നത്തെ മൊത്തം കഥ പറയണം. ഏകദേശം 4:30 വന്നാൽ 5:30 വരെയൊക്കെ കഥ തന്നെ ഇരിക്കും ഉമ്മാൻ്റെ അടുത്ത്. ഞാൻ അത്ഭുതപ്പെട്ടെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മ ഉണ്ടല്ലോ ഒരിക്കൽ പോലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ തിരിച്ച് മിണ്ടലില്ല. ഒക്കെ കേട്ടിരിക്കുന്നത് മാത്രമല്ല, ഉമ്മ ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് എന്തുണ്ടായി, രണ്ടാമത്തെ പീരീഡിനെ പറ്റി പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക്, ഇന്നും ഈ സദസ്സ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും ആ കഥ അതേ മഞ്ചലിൽ നിന്ന് പറയും. അതൊരു ശീലമാണ്.
അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ഒരു ഉപ്പാക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം കേൾക്കുക എന്നുള്ളതാണ്, തുറന്ന് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊക്കെ വിചാരിക്കും നിങ്ങളൊക്കെ കേൾക്കണില്ല എന്നാണ്. കേൾക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, കേൾക്കണില്ല. കേൾക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അനലൈസിങ്, റിവ്യൂയിങ്, ജഡ്ജിങ്, ഈ സാധനം ഒന്നുമില്ല, കേൾക്കൽ മാത്രമാണ്. കുട്ടി എത്ര വലിയ പൊട്ടത്തരം പറഞ്ഞാലും എത്ര വലിയ അപകടം പറഞ്ഞാലും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത കഴിവാണ്, ഒരു വല്ലാത്ത കഴിവാണ്. നമുക്കറിയാവും പറഞ്ഞത് തെറ്റാണ്, തിരുത്താനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. പക്ഷെ എന്നാലും ഉണ്ടായിരിക്കുക, പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക. ആ പറച്ചിൽ നിൽക്കലാണ് പ്രശ്നം. ആ പറയുന്നത് പ്രശ്നമല്ല, അവൻ ചെയ്യുന്നതും പ്രശ്നമല്ല. പക്ഷേ ആ പറച്ചിൽ എന്ന് നിൽക്കുന്നുവോ അന്ന് പ്രശ്നമാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ ഇവിടെ ഡേ സ്കൂളേഴ്സ് അല്ലേ, ഡെയിലി വീട്ടിൽ വന്നാൽ അന്നത്തെ കഥ മൊത്തം പറയണ പാരൻസിന് കൈവയ്ക്കി നോക്കട്ടെ, എല്ലാവരും ഉണ്ട്. മൊത്തം കാര്യങ്ങൾ കേൾക്കാറില്ലേ? ആ കേൾക്കൽ ഈ വെക്കേഷൻ നിങ്ങൾ തുടരണം. അവർ കാണുന്ന മൊബൈലിനെ കുറിച്ചുള്ള കഥകൾ നിങ്ങൾ കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ എന്നുള്ളത് ഇതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു സാധനമല്ല, ഇതിനപ്പുറത്തുള്ള വേറെ സാധനമല്ല. അതുകൊണ്ട് മൊബൈലിൽ ഷോർട്സ് കാണുമ്പോൾ എന്താ കണ്ട് എന്ന് ചോദിക്കണം. അവിടെ ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, ഈ ഷോർട്സിനൊക്കെ ഒരു പ്രത്യേകത. ഇന്ന് ഒരു സയൻറ്റിഫിക് കണക്ക് പ്രകാരം പറയാം, നിങ്ങൾ 10 മിനിറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ 3 ദിവസം ജീവിക്കുന്നത് തുല്യമാണെന്നാണ്. 10 മിനിറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ 3 ദിവസം ജീവിക്കുന്നതിന് തുല്യമാണ്. എന്താ അതിന് കാരണം എന്ന് അറിയും നിങ്ങൾക്ക്? 10 മിനിറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൈവേഴ്സാണ് കണ്ടന്റുകൾ, ഓരോ മിനിറ്റിലും മാറിയല്ലേ കണ്ടന്റുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷീറ്റിൽ എന്താണ് വരിക, തൊട്ടടുത്ത പേജിൽ അതല്ല, അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സ്റ്റാറ്റസ് ഒക്കെ എങ്ങോട്ട് തട്ടുക, ഇങ്ങനെയല്ലേ തട്ടുക, അല്ലേ? പക്ഷേ ഈ ഷോർട്സ് എങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക, ഇങ്ങനെയല്ലേ? ഇത് രണ്ടാക്കാനൊരു കാരണമുണ്ട്. നമ്മളിതൊന്നും അറിയാതെ ഇതൊക്കെ ഉപയോഗിക്കണത്. ഒരു എൻഡ്ലെസ് പേജ്, സാധാരണ പേജുകൾക്കൊരു അവസാനം ഉണ്ടാവില്ലേ? പക്ഷേ ഈ ഷോർട്സ് എന്ന് പറയുന്ന പേജിന് അവസാനം ഉണ്ടോ? ഇല്ല. എൻഡ്ലെസ് പേജായിട്ട് അതിനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം അതിലൊരു അഡിക്റ്റീവ് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടി കാണുന്ന ഷോർട്സ് കാണുമ്പോൾ അവനടുത്ത് ഓരോ കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. ഇന്ന് എന്തൊക്കെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഷോർട്സിൽ ഇത് കണ്ടു, രണ്ടാമത്തെ ഷോർട്സിൽ ഇത് കണ്ടു, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. അവിടെ എന്താണെന്നറിയോ, ഒരു കുട്ടി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാരൻ്റൽ കൺട്രോളാണ്. നിങ്ങളെ കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളുടെ മൊബൈലിൽ പാരൻ്റൽ കൺട്രോൾ ഓൺ ആക്കിയിട്ടുള്ള ആൾക്കാർ കൈവയ്ക്ക് നോക്കട്ടെ. കുറച്ച് പേരുണ്ട്, ബാക്കിയുടെ ഓൺ ആക്കിയിട്ടില്ലല്ലോ. അറിയണവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം, അതായിരിക്കും ഏറ്റവും എളുപ്പം. പാരൻ്റൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ പാരൻ്റൽ കൺട്രോൾ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരുവിധം സെൻസിറ്റീവായ സാധനങ്ങളൊന്നും അവരുടെ ഫീഡിൽ വരില്ല. ഒന്നതാണ്. 2, ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. കുട്ടിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഉണ്ടാവും, അത് ബ്ലോക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഷോർട്സിലൊക്കെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഈ സാധനം ഉപയോഗിക്കുന്ന സമയത്തെക്കുറിച്ചുള്ളൊരു നല്ല ധാരണ നമുക്ക് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. കൃത്യമായ സമയത്ത് കൊടുത്ത് കൃത്യമായ സമയത്ത് തിരിച്ച് വാങ്ങാൻ നമുക്ക് പറ്റണം. ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. അതിലൊന്ന് എന്താണെന്നറിയോ, ഒരിക്കലും കുട്ടി ഒറ്റയ്ക്ക് ഫോൺ ഉപയോഗിക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം. എന്താ അറിയോ, ഇത് നേരത്തെ പറയുമ്പോൾ പൊതുവിൽ പാരൻസൊക്കെ ഇത് കേട്ട് പോകുന്നല്ലാതെ ഇത് ശ്രദ്ധിക്കില്ല. നിങ്ങൾ അടുക്കളയിലാണെങ്കിൽ കുട്ടി അവിടെ നിന്ന് ഫോൺ ഉപയോഗിക്കേണ്ടത് കോലായി എന്നല്ല, അടുക്കളയിൽ നിന്ന് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കുട്ടി ഒറ്റയ്ക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഫോണുകൾ മാറ്റണം. മുകളിലത്തെ നിലയിൽ ഒറ്റയ്ക്ക് ഫോൺ ഉപയോഗിക്കുക, ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് ഫോൺ ഉപയോഗിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുട്ടിക്ക് ഫോൺ മാത്രം കൊടുത്ത് വീട്ടിലിരുത്തുക, ഇതൊക്കെ അപകടമാണ്. അതുകൊണ്ട് കുട്ടിയും ഫോണുമായി ഒറ്റയ്ക്കിരുത്തുന്ന ഒരു സമയവും നമ്മുടെ വീട്ടിലുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ അല്ലേ? രണ്ടാമത്തത്, കടന്നുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ ഒരിക്കലും അവൻ അനുവദിക്കരുത്. കടന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ചാരലും പെടും, മറ്റേ സോഫയിൽ ചാരണ പരിപാടിയല്ലോ അതും പെടും. കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും കാണുന്ന സിറ്റുവേഷനാണിത്. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, കൊടുത്തോളിയും, കുഴപ്പമില്ല. പക്ഷേ ഇരുന്നു കൊണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്ര നേരം ഇരിക്കൂല. ഞങ്ങൾ വിചാരിക്കേണ്ട 10 മിനിറ്റ് കഴിഞ്ഞാൽ എടുപ്പ് വേണിക്കും പതുക്കെ എണീച്ച് പോയിക്കോളും. ഇരുന്നിട്ടല്ലാതെ പിന്നെ ഫോൺ കൊടുക്കുക എന്ന് ഉറപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇരുന്നു കൊണ്ടല്ലാതെ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ഒറ്റയ്ക്കായ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇയർഫോൺ അത് കുട്ടികൾക്കുള്ളതല്ല. നിങ്ങൾ കുറച്ച് ഒച്ച കേട്ടാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇയർഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോൺ ഉപയോഗം ഒരിക്കലും പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ഈ പറഞ്ഞ നോ വാട്ട് ദേ സീ എന്ന് പറയുമ്പോൾ ഇതിന് ഇമ്പാക്റ്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ, നിങ്ങൾ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊക്കെ ശരിക്കും റിയൽ ലൈഫിലേക്ക് അത്രയും പെട്ടെന്ന് പെറിച്ച് നടാൻ പറ്റുന്ന സാധനങ്ങളാണ്. കുട്ടികളിൽ ലിപ്സ്റ്റിക്കിനോട് ഇഷ്ടമുള്ള പെൺകുട്ടികളുടെ പാരൻസും കൈവയ്ക്കും ഉണ്ടോ? ഇഷ്ടമുള്ളത് പറയുമ്പോൾ ഉപയോഗിക്കണമെന്ന് വേണ്ട, അവർക്ക് താല്പര്യം നിങ്ങൾ കൊടുക്കാത്തായിരിക്കും. ഈ പാരൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ പറയുന്ന പോലെ നമ്മൾ പണ്ടൊക്കെ എന്താ പറയുക, ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഒരുങ്ങണമെന്നാണ് പറയുക. അങ്ങനെ നല്ല കേട്ടോ, അങ്ങനത്തെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഉണ്ട്. പൊതുവിൽ കുട്ടികളൊന്ന് അണിഞ്ഞിറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആരെ കാണിക്കാനായി ഇറങ്ങണേ എന്നൊക്കെ ചോദിക്കൂലേ?
അങ്ങനല്ല, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. സെൽഫ് കോൺഫിഡൻസ് ഇതൊന്നും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അവർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അറിയോ, ഈ റീൽസൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമുണ്ട്. നമ്മൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനാകെ വ്യൂസ് എത്ര ഉണ്ടാവുക? 1000, 2000 ഒക്കെ ഉണ്ടാവുക. ഈ GRWM നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? നിങ്ങൾക്കറിയാ? നിങ്ങൾ പാരൻസ് തന്നെ അല്ലേ? പഠിച്ചോനെ, ഗെറ്റ് റെഡി വിത്ത് മീ, മറ്റേ ആ ഒരു രാവിലെ എണീച്ചിട്ട് ഹലോ ഗൈസ്, ഇത് കാണുമ്പോൾ നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിച്ചു. എന്താ പോലെ ഒരാൾ ഒരുങ്ങുന്നത് കണ്ടെന്താ പ്രശ്നം? മാരകമായ പ്രശ്നം, ചില്ലറ പ്രശ്നമല്ല, മാരകമായ പ്രശ്നം. ഒരു കുട്ടിയുടെ തലച്ചോറിൽ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അപകടകരമായ ന്യൂസാണത്. കാരണം ഒരു വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന തെറ്റായ ചിത്രം അവരുടെ കുട്ടിക്ക് തലയിൽ കയറിയിട്ടുണ്ട്. ആ കയറിനയിൽ ലിപ്സ്റ്റിക്ക് മാത്രമല്ല വരുന്നത്, മറിച്ച് അടിസ്ഥാനപരമായി സ്വന്തം ശരീരത്തോടുള്ള ഇഷ്ടം തന്നെ പോവുകയാണ്. അതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ലിപ്സ്റ്റിക്കൊന്നും ഇട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ കറുപ്പിനെ കുറിച്ചുള്ള ഭയങ്കര ചർച്ച ആണെന്നില്ലേ, കറുത്ത കുട്ടികളോടുള്ള പ്രശ്നം. ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കുട്ടികളുടെ തലച്ചോറിൽ മാത്രമല്ല. പൗഡറിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താ? വെളുക്കലാണ്. ഇന്നിപ്പോൾ ഫൗണ്ടേഷനും പുട്ടിയടിക്കലൊക്കെ എന്താ? കോസ്മെറ്റിക്സിൻ്റെ ബേസ് എന്താ? വെളുക്കലാണ്. ആരെ കറുക്കാൻ വേണ്ടി കോസ്മെറ്റിക്സ് ഉപയോഗിക്കണത്? അങ്ങനത്തെ കുറച്ച് കുട്ടികളാണ് എനിക്ക് കാണിച്ചേരി. കുറച്ച് കറുക്കിട്ടാണ് ടാൻ അടിക്കലൊക്കെ ഉണ്ട്. അതൊക്കെ യൂറോപ്യൻസിനാണ്, ഇന്ത്യക്കാർക്കില്ല. ഇന്ത്യയിലുള്ള മിക്കവാറും ആളുകളൊക്കെ എന്താ വെച്ചാൽ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആഫ്രിക്കൻസിനൊപ്പം മുട്ടിയിട്ടില്ല, എന്ന് അമേരിക്കയിലൊപ്പം പോയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. രണ്ടിൻ്റെ ഇടയിൽ പെട്ടുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ എപ്പോഴും ഇൻഫീരിയർ ആണ്. നമുക്ക് എപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഇൻഫീരിയർ ആണ്. ഞാൻ പറഞ്ഞത് ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ റീൽസ് കാണുന്നതിൽ ഒരു സിമ്പിളായ ഈ GRWM എന്ന് പറഞ്ഞ ഒരു റീൽസ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമുണ്ട്. ഇത്രയും പ്രശ്നമുണ്ട്. ഇവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്ന ഓരോ കൾച്ചറും, ഇപ്പോൾ കുട്ടികൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന കുട്ടികളുണ്ടോ? ഇവിടെ ഓൺലൈനിൽ നിങ്ങളെ മക്കളിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പഠിച്ച കുട്ടികളുണ്ടോ? വലിയ കുട്ടികൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. പഠിച്ചോനെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കൾച്ചർ എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങളിന്ന് പഠിച്ചതാ കുട്ടികൾ? നിങ്ങൾ ഡെയിലി അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യല്? അല്ല. കുട്ടികൾക്ക് എന്താ അറിയോ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടേണ്ട സാധനങ്ങൾ എവിടെയാണെങ്കിലും അത് കിട്ടാനുള്ള വാശി അവനുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ ഓൺലൈൻ ലോകത്തിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പോലും അറിയാതെ കുട്ടിക്ക് ആ സാധനങ്ങൾ എത്തിക്കാനുള്ള വഴി ഉണ്ടെന്നുള്ളതാണ്. അവിടെയാണ് ശരിക്ക് നിങ്ങൾ ആയിരിക്കും. ഇപ്പോൾ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ, ലഹരി എങ്ങനെ കുട്ടിക്ക് അവൈലബിൾ ആയത്? അവന് വേണമെന്ന് തോന്നിയൊരു സാധനത്തെ അവൻ ഓൺലൈനിൽ ഒരു ആളെ പരിചയപ്പെട്ട് അവന് കിട്ടാനുള്ള വഴി അവൻ ഉണ്ടാക്കി. അപ്പോൾ ഈ പറഞ്ഞ കണ്ടന്റുകൾക്കൊക്കെ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം, ഞാൻ 2 ഭാഗങ്ങൾ പറഞ്ഞു കേട്ടോ. മൂന്നാമത്തെ ഒരു ഭാഗം എന്താ അറിയോ, ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന അപകടകരമായ ബന്ധങ്ങളാണ്. നല്ലോണം പേടിക്കണം. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളില്ലേ, അവിടെ നിങ്ങൾ പേടിച്ചോളി. 4ാം ക്ലാസ് കൂടി പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ പേടിക്കണ്ട. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ലവും അഫെയറും ഓൺലൈനിൽ പരിചയപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നല്ലോണം പേടിക്കണം. കാരണം എന്താ അറിയോ, പൊതുവിൽ കുട്ടികൾ ഇത്തരം തെറ്റായ ബന്ധങ്ങൾ എത്താൻ 1, 2, 3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീട്ടിലത്തെ കോൺവെർസേഷനാണ്, വീട്ടിലത്തെ കമ്മ്യൂണിക്കേഷൻ. അത്ര നല്ല ടേംസിലായിരിക്കില്ല വാപ്പിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അതൊക്കെ നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ പരിഹരിക്കും. പക്ഷേ അതല്ലാത്തൊരു പ്രശ്നമാണ്. അതെന്താണെന്നറിയോ, എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ തൊട്ടടുത്തുള്ള ഇമ്മീഡിയറ്റ് സർക്കിൾ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നമ്മളതല്ലാത്ത സ്ട്രേഞ്ചേഴ്സിനെ ഇഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ആൾക്കാരെ നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് നമ്മുടെ സങ്കടം ഓരോരുത്തർ പോയി പറഞ്ഞാൽ വല്ലാതെ യേശൂല. പക്ഷേ ഇതുവരെ പരിചയപ്പെടാത്ത ഒരാളത്ത് പറഞ്ഞാലോ ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. ഈ സ്നേഹവും കെയറിങ്ങും കിട്ടാനാണ് കുട്ടികൾ ഈ ഓൺലൈനിൽ പരിചയപ്പെടുന്ന ബന്ധങ്ങൾ. ഇത് നല്ലോണം പേടിക്കണം. കാരണം ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇന്ന് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലും ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്ലാസ്സിലെ ഗ്രൂപ്പ് മാത്രമേ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയാണോ? അല്ല. അവിടെ എന്താണെന്നറിയോ, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. 16 വയസ്സാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലീഗൽ ഏജായിട്ട് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. 16 വയസ്സാണ്. അതിൻ്റെ താഴെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ആർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 2 അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന് മെയിൻ അക്കൗണ്ടും 2 ഫേക്ക് അക്കൗണ്ടും. മെയിൻ അക്കൗണ്ട് എന്നുള്ളത് മര്യാദക്ക് ഉപയോഗിക്കാനുള്ള, ഫേക്ക് അക്കൗണ്ട് എന്നുള്ള ഉടായ്പ പരിപാടികൾക്കുള്ളത്. ശരിക്കും പറയാം, എല്ലാ കുട്ടികൾക്കും 2 അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് സർക്കിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളും അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മറ്റേ സാധനം വരുന്നത്. പാരൻസ് എല്ലാം ഫ്രണ്ട്സ് ആവണം, നമ്മളൊക്കെ ഫ്രണ്ട്സിനെ പോലെ ആവണമെന്ന് പറയില്ലേ. എന്താ ഈ ഫ്രണ്ട്സിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ, നമുക്ക് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സാധനമാണോ അത്? അല്ല. ഒരിക്കലും ഒരിക്കലും ഫ്രണ്ട് ആവാൻ പാടില്ല. അത് അതിനേക്കാൾ വലിയ അപകടം ഉണ്ടാക്കുക. എങ്ങനെ പാരൻറ്റ് ഫ്രണ്ട് ആവുക? എങ്ങനെ ടീച്ചർ ഫ്രണ്ട് ആവുക? ടീച്ചറാണ്, പാരൻ്റാണ്. അവരൊരിക്കലും ഫ്രണ്ടായി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതെന്താ പറയുക, ഇപ്പോൾ ഈ റീപ്ലേസിങ് എല്ലാത്തിലും വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു ടേമാണ് ഈ പാരൻസ് ഫ്രണ്ട് ആവുക എന്നുള്ളത്. നിങ്ങൾ കേട്ടില്ലേ, മാതാപിതാ ഗുരു ദൈവം എന്നായിരുന്നില്ലേ? ഇപ്പം എന്താ പറയുക, മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ്. കാരണം ഗുരു എന്നുള്ള സ്ഥലത്ത് ഗൂഗിൾ റീപ്ലേസ് ചെയ്തു. കാരണം ഗുരുവിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല.
ഗൂഗിൾ ഡേ ധാരാളമല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ. അതേപോലെ നമ്മൾ ഈ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താ പറയുക, ഒരു ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കുട്ടികളടുത്ത് പറയില്ല. നിങ്ങളത് ജീവിതത്തിൽ പ്രതീക്ഷിക്കുക വേണ്ട. നിങ്ങൾ ഇനി എത്ര മലമറിക്കണ ഫ്രണ്ടാണെങ്കിലും നിങ്ങളത് പറയില്ല. കുട്ടിക്ക് അതിൽ ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഏജ് ഗ്യാപ്പിനെ മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങൾ മൂത്ത ആളല്ലേ, നിങ്ങൾ പ്രായമുള്ള ആളല്ലേ, കുട്ടി ഒരിക്കലും നമ്മളത് അത്ര തുറന്ന് പറയില്ല. പക്ഷേ അവൻ പറയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അവന് നമ്മുടെ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കുട്ടിയെ തുറന്ന് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന ലവും അഫെയറുമായി ബന്ധപ്പെട്ട്, ഈ അവിഹിത ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുക്കൽ വരുന്ന മിക്കവാറും കുട്ടികളൊക്കെ പറഞ്ഞ എന്താ അറിയോ, എന്ത് പറഞ്ഞാലും ഉമ്മ ഉപദേശിക്കാൻ ശ്രമിക്കാനാണ്, തിരുത്താനാണ് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും തിരുത്തൽ റോള് മാറ്റിയാൽ തന്നെ ഈ ഫ്രണ്ടായി മാറുന്നുള്ളതാണ്. തിരുത്തൽ റോള് മാറ്റുക. ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, തുറന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ തിരുത്തുക എന്നുള്ളത് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. തിരുത്താൻ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുട്ടി അത് പറഞ്ഞോട്ടെ നമ്മൾ വെക്കണം. അവിടെ എന്താണെന്നറിയോ, ഇപ്പോൾ പൊതുവിൽ പുരുഷന്മാരായ പാരൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആരാന്ന് പോലും അറിയണ്ടാവില്ല. ഏത് കുട്ടികളെ ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ അവരെ പോലെ. പക്ഷെ പൊതുവിൽ ലേഡീസിനൊക്കെ എന്താ അറിയണ്ടാവും, കുട്ടിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ആരൊക്കെ ഫ്രണ്ട്ഷിപ്പിലുണ്ട് എന്നൊക്കെ അറിയണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രണ്ട്സ് ആരാന്ന് അറിയുമ്പോൾ തന്നെ അവരെ പാരൻസ് ആരാന്ന് നിങ്ങൾ അറിയണം. അവരെ പാരൻസ് ആണ്. നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടുണ്ടാവണം. ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട അടുത്തൊരു കാര്യം അതായിരിക്കണം. പാരൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരം ഉണ്ടാവണം. കുട്ടികൾ തമ്മിൽ ഈ വെക്കേഷൻ നല്ല ബന്ധം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കോളിയും. അവർ ഒരു വർഷം കൂടെ കണ്ടിട്ടുള്ള ആൾക്കാരെ 2 മാസം കാണാതിരിക്കുമ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ നന്നായി ബന്ധപ്പെടും. അതുപോലെ തന്നെ പാരൻസ് അങ്ങോട്ടും കൂടി ബന്ധപ്പെടും. നിങ്ങൾക്ക് എല്ലാ പാരൻസായിട്ട് ബന്ധപ്പെടുന്നില്ല, നിങ്ങൾക്ക് പരിചയമുള്ള 2 പാരൻസ് ഉണ്ടാവില്ലേ, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരം ഉണ്ടാവണം. അവിടെ ഉണ്ടാവണ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവണ മാറ്റം ഒരേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. എന്ത് ഇത് അവിടെ നിന്ന് കിട്ടിയതാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ കുട്ടികളുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലെ ഈ അവിഹിത ബന്ധങ്ങൾ, അനാവശ്യമായ ബന്ധങ്ങൾ കുറേ തടയാൻ പറ്റും. പിന്നെ എന്താണെന്നറിയോ, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പുതിയ സാധനത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ടാണ് വരുന്നത്. ഇപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ലഹരിയുമായി പിടിക്കപ്പെട്ട ഒരാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും പെൺകുട്ടികൾ MDMA അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കണില്ലേ, ആ ലഹരി ഉപയോഗിക്കണമൊക്കെയും ഇവരുടെ കൂടെ പോണ ആൺകുട്ടികളുണ്ടല്ലോ, അവർ വേറെ രൂപത്തിൽ ഇവർക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്. പിന്നീട് ഇവർക്ക് ഇതില്ലാതെ പറ്റാതെ ജ്യൂസിലും ഫ്രൂട്ടിയിലും ഇതൊക്കെ കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങൾ പിന്നീട് അഡിക്ഷനായി മാറാന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ എന്താ അറിയോ, കുട്ടീനെ ഇപ്പോൾ പുറത്തേക്ക് വിടണമെന്നില്ല, പുറത്തേക്ക് വിടുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് വിടൽ, ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഈ അരീക്കോടുള്ള ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് ഇരുത്തിയ ഓർമ്മ എനിക്കുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ആ കുട്ടിയെ ഇരുത്തിയത് എന്താ പറയുക നിങ്ങൾക്ക്, അവൾ കുറച്ചുകൂടി വലിയ കുട്ടിയാണ്. +1 പഠിക്കുന്ന പ്രായത്തിൽ, +1 പഠിക്കുമ്പോൾ ഞാൻ സ്കൂളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും, സുല്ലമ്മ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അരീക്കോട് സുല്ലമ്മ പഠിക്കുന്ന പെൺകുട്ടി. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, +1 പഠിക്കുന്ന സമയത്ത് അവൾക്കൊരു സുഹൃത്ത് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ബോയ് ഫ്രണ്ട് മലപ്പുറത്ത് നമ്മളെ പൂക്കോട്ടൂരുള്ള ആളാണ്. ഞാൻ സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ട് കേട്ടോ. ഈ പൂക്കോട്ടൂരുള്ള ആൺകുട്ടിയാണ്. അവൻ എന്നും സുല്ലമ്മക്ക് ഇവളെ +1 കാണാൻ വരും. എന്നിട്ട് ഇവിടെ നിന്ന് അവന് ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും. ടീച്ചർമാരറിയാതെ കൊണ്ടുപോയിട്ട് ഇവിടെ മലപ്പുറത്ത് റൂം എടുത്തിരുന്നു. എന്നിട്ട് വൈകുന്നേരം ഇവളെ അവിടെ ആക്കി കൊടുക്കണം. ഇവളെ വീട് നമ്മളാ കീശ്ശേരി മഞ്ചേരി റോട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കുട്ടിയെ നിരന്തരം ഈ ചെറുക്കൻ കൊണ്ടുവന്നൊന്നും ഈ ഉമ്മ അറിയുന്നേ ഇല്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, കുട്ടി ഇതൊക്കെ നമ്മുടെ അടുത്തൊന്നും തുറന്ന് പറയുന്നില്ല. മറിച്ച് ഇതിനൊരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു, ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടായിരുന്നു. ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊക്കെ റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഇനീഷ്യൽ സ്റ്റേജ് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ലവും അഫെയറും അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധവും വരുമ്പോൾ കുട്ടി ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ചെക്കനൊപ്പം ഇറങ്ങിയിട്ട് പോവില്ല, തന്നെ പോയിട്ട് ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് എന്താ അറിയോ, ഈ സ്റ്റേജിൽ ഏറ്റവും ആദ്യ സ്റ്റേജ് അട്രാക്ഷനാണ്. ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ് മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ഉമ്മ മമ്മൂട്ടിനെ കാണുമ്പോൾ നല്ല ചന്തണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ലവിൽ പെടും. ഞാൻ പൊതുവിൽ ജനറലൈസ് ചെയ്ത് പറയല്ല, മറിച്ച് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. നമ്മൾ ഒരു സിനിമാ നടിയെ കാണുമ്പോൾ ഈ ചങ്ങയുടെ ലുക്ക് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങുന്നുണ്ട്. മറ്റൊരാളുടെ സൗന്ദര്യത്തെ നോക്കി അയാൾ ഇഷ്ടപ്പെടാനുള്ള ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങി കുട്ടിക്ക് പിന്നെ എന്തായി, സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ചന്തലൊരു ചെറുക്കനെ കാണുമ്പോൾ അവൻ്റെ പിന്നാലെ പോകാനുള്ള മോട്ടിവേഷനായി. അപ്പോൾ എന്താ അതിനർത്ഥം എന്നറിയോ, നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ പാരൻസിൻ്റെ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറണം. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച എങ്ങനെ. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില അമ്മമാരുണ്ടാവും ഭയങ്കരമായിട്ട് ആണുങ്ങളുമായിട്ടൊക്കെ ഇടപഴകുന്ന ആൾക്കാരുണ്ടാവും. അവർ മക്കളെ നോക്കി ക്ലാസ്സിലെ 30 ആൺകുട്ടികൾ 30 പെൺകുട്ടികളുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി മാത്രം 30 ആൺകുട്ടികളുടെ ഇടയിൽ കൊഞ്ചി നിൽക്കും. ഭയങ്കര ഒലിപ്പിക്കലായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ഒരാൾക്കത് മനസ്സിലാവില്ല, ഇവൾക്ക് മാത്രം അത് ഇഷ്ടപ്പെടും. അതിന് കാരണം എന്താ അറിയോ, നമ്മൾ പൊതുവിൽ കാണിക്കുന്ന ഈ ക്യാരക്ടറിലൊക്കെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ആവുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ലവും അഫെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ബേസിക് ക്യാരക്ടറിൽ ഇത്തരം കുറേ മാറ്റങ്ങളൊക്കെ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, ഈ ഗെയിംസിനെ കുറിച്ച് പറയും. കുട്ടികൾ ഗെയിം അഡിക്ഷനായുള്ള കുട്ടികളുണ്ടല്ലോ,
ആ അവർ പൊതുവിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഗെയിം എന്താ പ്രശ്നം എന്ന് ചോദിക്കുക, ഗെയിം കൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം ചോദിക്കുക. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വയലൻസ് ഉള്ള ഗെയിമുകൾ കൊടുക്കരുത്. ഞാൻ പറയുന്നത് മൊത്തം ഗെയിം കൊടുക്കരുത് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കൂല, അത് ശ്രദ്ധിക്കൂല. വയലൻസ് എന്ന് പറഞ്ഞാൽ തോക്കും പൊടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത്. ഈ കുടുംബ വീട്ടിലൊക്കെ നമ്മൾ വിരുന്നിന് പോകുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര യുദ്ധസമാനമായ സൗണ്ടൊക്കെ കേൾക്കുക, മൊത്തം വെടിയും ഒച്ചയ്ക്കാണ്. അപ്പോൾ എന്താ കുട്ടികൾ എത്ര ചെറുപ്രായത്തിലാണ് ഈ മിനി മിൽഷ്യ, ഫ്രീ ഫയർ, പബ്ജി, ഇതൊക്കെ വെടിവെക്കലാണ്, വെടിയും പുകയാണ്. ഇതൊക്കെ കണ്ട് വളർന്നിട്ട് അവൻ +2 5 ആളെ വെട്ടുള്ളൂ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നമ്മളെ കുട്ടിക്ക് ഇത് മാതൃകയല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് വയലൻസ് ഉള്ള ഗെയിമുകൾ ഒരിക്കലും കളിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ നോക്കണം, നിങ്ങൾ കാണണം. 1-2 ഗെയിമുകൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. ഒന്ന് എന്താ പറയുക, ജിയോഗസർ എന്ന് പറഞ്ഞ ഗെയിമുണ്ട്. ജിയോഗസർ കുട്ടിക്ക് ഇഷ്ടപ്പെടും. ജിയോഗസർ അത് പെട്ടെന്നൊന്നും അത്ര കളിക്കാൻ എളുപ്പമല്ല, പക്ഷേ നല്ല ഗെയിമാണ്. ജിയോഗസർ എന്ന് പറഞ്ഞ ഗെയിം എന്താ അറിയോ, ലോകത്തെ പല സ്ഥലങ്ങളും ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലങ്ങൾ ഇങ്ങനെ ഇമേജ് കൊടുക്കും. ഗൂഗിൾ മാപ്പിൽ അവരിങ്ങനെ ട്രാവൽ ചെയ്യുക, അവരിങ്ങനെ പോയി കണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഭയങ്കര നല്ല ഗെയിമാണ്. ഞാൻ പറയാം കുട്ടികൾ നിർബന്ധമായും കളിക്കണം എന്നാണ്. മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായും കളിക്കണം. കാരണം ഒരുപാട് സ്ഥലങ്ങൾ പഠിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ കാണാനൊക്കെ പറ്റും. അപ്പോൾ ജിയോഗസർ എന്നൊരു ഗെയിം നിങ്ങൾക്ക് കുട്ടികൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഗെയിമാണ്. രണ്ടാമത്തത് എലിവേറ്റ് എന്നുള്ളത് ഒരു ബ്രെയിൻ ട്രെയിനിങ് ഗെയിമാണ്. ബ്രെയിൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അറിയോ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഗെയിമുകളൊക്കെ രണ്ടർത്ഥത്തിലാണ്. ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകളുണ്ട്, അല്ലാത്ത യൂസ്ഫുൾ ഗെയിമുകളുണ്ട്. ഈ ബ്രെയിൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ചെറുപ്രായത്തിൻ്റെ മെമ്മറി വർദ്ധിപ്പിക്കാനുള്ള ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കുട്ടിക്ക് ആദ്യം ഇഷ്ടപ്പെടില്ല, മറ്റേ വെടിയും പുകയും കണ്ടോനെയും പെട്ടെന്നൊന്നും അതിലേക്ക് മാറില്ല, പക്ഷേ പതിയെ അവനത് ഇൻട്രസ്റ്റ് ആയി മാറും. അപ്പോൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഇഷ്ടമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കരുത്. ഈ പാരൻ്റൽ കൺട്രോൾ നേരത്തുള്ള സാധനം ഉണ്ടല്ലോ, അത് ഓണാക്കിയിട്ടുള്ള ഗുണം എന്താ വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കുട്ടിക്ക് ഒറ്റയ്ക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് പാസ്വേഡ് അടിച്ചാലേ, ഈ പാസ്വേഡ് കുട്ടിക്ക് അറിയെങ്കിൽ പിന്നെ പാട്ടുകാരൊന്നുമില്ല കേട്ടോ, അതൊക്കെ മാറ്റി വെക്കാനുള്ളത് നിങ്ങളെ ബേസിക് ഉത്തരവാദിത്തമാണ്. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഓക്കെ, ഇനി 1-2 കാര്യങ്ങൾ അതിൽ. ഇപ്പോൾ ലേണിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡ്യുവോലിംഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അറിയോ ഡ്യുവോലിംഗോ? അത് കൊടുക്കുന്ന ആൾക്ക് പാരൻസ് കൈവയ്ക്കുന്നോട്ടെ, കുറേ പേരുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. എത്ര സ്ട്രീക്കായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയോ? കുട്ടി ഇപ്പോൾ എത്ര സ്ട്രീക്കിൽ എത്തിയിട്ടുണ്ട്? അത് ഉപയോഗിക്കുന്നവർ ഒന്ന് പറയുന്നോട്ടെ, എത്ര പ്രാക്ടിക്കലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്ട്രീക്ക് എന്നാ പറയാ, അതിൽ ലെവൽ. ഏത് ലാംഗ്വേജാണ് പഠിക്കണം അതറിയോ? ഇംഗ്ലീഷ് തന്നെ, പിന്നെ അറബിക്ക്, ഫ്രഞ്ച്, പിന്നെ സ്പാനിഷ്. ഇതിൽ ഒരു സ്ട്രീക്ക് ലെവൽ ഉണ്ടല്ലോ, ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡ്യുവോലിംഗോ എന്നുള്ള ആപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് ഭയങ്കര പ്ലേഫുള്ളാണ്, കളിച്ച് പഠിക്കാൻ പറ്റിയ സാധനം. രണ്ടെന്താ വെച്ചാൽ ഇത് സ്ട്രീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ചോദിക്കണം അങ്ങോട്ട്. ഇത് നിങ്ങൾ ഡ്യുവോലിംഗോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്തം തീരൊന്നുമില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഘട്ടത്തിൽ അവർ ചോദിക്കണം. അപ്പോൾ ഈ വെക്കേഷൻ നിങ്ങളൊരു അജണ്ട ഉണ്ടാക്കുക. ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും ഡ്യുവോലിംഗോ ഇത്ര ലെവലാവാൻ അവന് ടാർഗറ്റ് കൊടുക്കുക. അവൻ അവൾ തീർക്കും, പഠിക്കാൻ പറ്റുമവർക്ക്. അപ്പോൾ ഡ്യുവോലിംഗോയിൽ ഒരു ടാർഗറ്റ് കൊടുക്കാതെ നമുക്ക് ഒരു അജണ്ടയായിട്ട് വെക്കാം. ഇത്ര പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു അജണ്ട വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ജിയോഗസർ പോലത്തെ ഗെയിമുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി യൂട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഏതൊക്കെ ചാനലുകൾ അവർ നിർബന്ധമായും കാണണം. ഓക്കെ, ഈ ചാനലുകൾ നോട്ട് ചെയ്ത് വെച്ചോളി. 1, ക്വിസ്ഗാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ചാനലാണ്. ക്വിസ്ഗാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എവിടെ KURZGESAGT ക്വിസ്ഗാസ്റ്റ്. ഓക്കെ, 2 വെറിറ്റേഷ്യം VERITASIUM. 3 ക്രാഷ് കോഴ്സ് ഒരു ചാനലിൻ്റെ പേരാണ് ക്രാഷ് കോഴ്സ്. ഓക്കെ, ഈ ചാനലിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ റിലേറ്റഡ് കുറേ ചാനലുകളൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ കുട്ടി എന്തും കണ്ടോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടോട്ടെ നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ റെക്കമെൻഡേഷൻ വരാനുള്ള ചാൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട്, നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതനുസരിച്ചിട്ട്. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ളതാണ് എപ്പോഴും ഫീഡായിട്ട് വരിക. അതാണ് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത. ഡോപ്പമൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലഷർ ഹോർമോൺ ഉണ്ട്, നമുക്കിങ്ങനെ സന്തോഷം തരുന്ന സാധനം. ഇത് തരുന്നതൊക്കെ പ്രധാനമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണിച്ചിട്ടാണ്. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരു 10 വട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതാണ് കൂടുതൽ തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ബോധപൂർവ്വം ചെയ്യണം. എന്താ അറിയോ, ഞാൻ അത്ഭുതമായ സാധനം പറഞ്ഞ നിങ്ങൾക്ക്. എൻ്റെ ഉപ്പ കേട്ടോ, ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് എൻ്റെ ഉപ്പാനെ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. എൻ്റെ ഉപ്പ അധികം ഇങ്ങനെ ദീനിയായ മീൻസ് ഇസ്ലാമിക വീഡിയോസ് ഒന്നും അധികം ഒരുപാട് കണ്ട് സമയം കളയുന്ന ആളല്ല, ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാറില്ല. ഞാൻ എന്ത് വെച്ചാൽ ഉപ്പാൻ്റെ യൂട്യൂബ് എടുത്തിട്ടേ എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട്
നമ്മൾ കുറേ ഈ ദീനിയായ ചാനലുകളുണ്ട്, ഇസ്ലാമിക് ചാനലുണ്ട്, ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കടിച്ച് ഞാൻ പോയി. ഇതിങ്ങനെ റെക്കമെൻഡേഷൻ വരില്ല, എപ്പോഴും നോട്ടിഫിക്കേഷൻ വരില്ല. ആദ്യം നോക്കിയിട്ടില്ല ആൾ. പിന്നെ ഇപ്പം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഓരോ വീഡിയോസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഫോൺ എടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ നോക്കി വെക്കുക. എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റേ മേക്കപ്പിൻ്റെത്, ഹിജാബ് ട്യൂട്ടോറിയൽ, എല്ലാ അതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം തന്നെ. എന്നിട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കുറേ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റെക്കമെൻഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വരുമ്പോൾ തന്നെ കുട്ടി അത് കണ്ടോളും. ഇനി ഇൻസ്റ്റാഗ്രാമിലെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അത് കൊടുക്കാൻ തന്നെ പറ്റില്ല. ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ നല്ല നോട്ടത്തിലായിരിക്കണം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉപയോഗം ഉണ്ടാവണം. ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ എന്താ പറയുക, അതിൽ ലിമിറ്റ് വെക്കാൻ കഴിയില്ല. ഒരു പരിധി വിട്ട് നമുക്ക് ലിമിറ്റ് വെക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ റീൽ ബ്ലോക്കറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ റീൽ ബ്ലോക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് കിട്ടും. റീൽ ബ്ലോക്കർ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീൽ എടുത്താൽ വരില്ല, റീൽ എടുത്താൽ കാണാൻ പറ്റില്ല, അത് വർക്കാവാറായി പിന്നെ പെടൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാനുള്ളൂ, അല്ലാതെ അത് കാണുന്ന കാര്യത്തിൽ വേറെ ലിമിറ്റൊന്നും വെക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുട്ടിയുടെ ഈ കോഴ്സ് വെക്കേഷനിൽ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പഠിക്കണ സാധനം ചെയ്യാൻ പറ്റുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുറച്ച് കോഡിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ വീട്ടിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ CS50 എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. CS50 ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു കോഴ്സാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോഴ്സാണ്. പക്ഷേ ഈ കോഴ്സ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഹൈസ്കൂൾ പ്രായത്തിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടെക് AI എന്നൊക്കെ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ശരിക്കും കുട്ടിക്ക് ഈ വെക്കേഷനിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. കുട്ടിയുണ്ടല്ലോ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം മാറും. കാരണം വെച്ചാൽ കുട്ടിക്ക് ഇതേ മൊബൈൽ ഉപയോഗിച്ചിട്ട് വേറെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവൻ സ്വാഭാവികമായിട്ട് എനിക്ക് തിരിയും. CS50 ഒന്നാണ്. രണ്ടാമത്തേത് സ്ക്രാച്ച് ജൂനിയർ. നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്ന. സ്ക്രാച്ച് ജൂനിയർ, SCRATCH, സ്ക്രാച്ച് ജൂനിയർ. ഇതൊക്കെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയാലും മൊബൈൽ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്ത് കളിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇതൊക്കെ പൊതുവിൽ നമ്മളെ സാധാരണ പറയില്ല, കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനങ്ങൾ പറയില്ല, അങ്ങനത്തതല്ല. ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. സ്ക്രാച്ച് ജൂനിയർ എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിന്ന് ജോലി കിട്ടും. ഒരു ബേസിക് കോഡിങ്ങുമായി ബന്ധപ്പെട്ട ജോലി കിട്ടും. നമ്മുടെ ഇന്റേൺഷിപ്പിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ CS50 കോഴ്സൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ടെക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ബേസിക് AI ടെക്കിൻ്റെയൊക്കെ കോഡിംഗ് ഒക്കെ അവർക്ക് പഠിക്കാൻ പറ്റിയ സാധനമാണ് CS50 ഒക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഇതിലൊരു കൂട്ടത്തിൽ പറയേണ്ട ഒരു സാധനം, പൊതുവിൽ ഈ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഇത് മാറ്റി വെക്കുമ്പോഴൊക്കെ പാരൻസ് ഉണ്ടാവുന്ന ഒരു ഭയം എന്താണെന്നറിയോ, കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ കൂടുള്ളവരൊക്കെ മൊബൈൽ ഉപയോഗിക്കല്ലേ. അപ്പോൾ അവരൊരുപാട് മുമ്പിലെത്തുന്നു, നമ്മുടെ കുട്ടി ബാക്കിലായി പോകുന്നൊരു പേടിയില്ല. കാരണം അവരൊക്കെ കാണുന്ന ലോകം ഇവൻ കാണുന്നില്ലല്ലോ, നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോൾ കാണുന്നില്ലോ. പക്ഷെ ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക്, എൻ്റെ പേഴ്സണൽ ഗ്യാരണ്ടി നിങ്ങൾ എടുത്ത് വെച്ചോളി, ഒരിക്കലും കുട്ടി ബാക്കാവില്ല. കുട്ടി അവരെക്കാൾ ഫാസ്റ്റിൽ മൂവ് ചെയ്യും. കാരണം നമ്മളെ കുട്ടി എടുക്കുന്ന ഷോർട്ട് കട്ടാണ്. ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു ടിപ്പിക്കൽ കുട്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെ പിടിക്കൂലേ, ആ പരിപാടിയാണ് ചെയ്യണത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഫിൽട്ടർ ചെയ്ത് കുറേ പ്രശ്നങ്ങളായി, കുറേ ബന്ധങ്ങളും കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളെ കുട്ടി ഈ സാധനം ഉപയോഗിക്കാതെ ഒറ്റയടിക്ക് ഷോർട്ട് കട്ട് എടുക്കും. നിങ്ങളത് മാത്രം മനസ്സിലാക്കി. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാത്ത കുട്ടികളിൽ നമുക്ക് എവിഡൻ്റ് ഇത് കാണാനും പറ്റേണ്ടത് ഇന്ന് കാണാൻ പറ്റും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ സുഹൃത്തിൻ്റെയൊക്കെ മക്കളുണ്ടല്ലോ, അവർ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളല്ല. പക്ഷേ 9ാം ക്ലാസ്സിൽ ആ കുട്ടി ഗൂഗിളിൻ്റെ ഇന്ത്യയിലെ കോൺഫറൻസിൽ പേപ്പർ അവതരിപ്പിച്ചു. 9ാം ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടികളുടെ പ്രായത്തിൽ ഗൂഗിളിന് ഇന്ത്യയിലെ ഒരു കോൺഫറൻസിലാവും പേപ്പർ അവതരിപ്പിച്ചു. മൊബൈൽ ഉപയോഗിക്കാത്ത കുട്ടി എങ്ങനെ ഗൂഗിൾ കോൺഫറൻസ് പേപ്പർ അവതരിപ്പിച്ചു? ചോദ്യമല്ലേ. എന്തേ മൊബൈൽ ഉപയോഗിക്കുന്നത് പറ്റൂല. കാരണം മൊബൈൽ ഉപയോഗിക്കുന്നവരെല്ലാം ഹേർഡ് മെൻറ്റാലിറ്റി ഉള്ളവരാ, കൂട്ടത്തിൽ കൂടുന്ന ആൾക്കാരാ. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കൂട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന പണി നമ്മളെ കുട്ടി എടുക്കുന്നത്. പക്ഷേ അത് ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഷോർട്ട് കട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഒരിക്കലും കുട്ടി മൊബൈൽ ഉപയോഗിക്കാത്തതുകൊണ്ട് പുറത്ത് പോകുന്നോ അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ട് പോകുന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട എന്നുള്ളതാണ് ആ ഭാഗത്തേക്ക് ഓർപ്പെടുത്താനുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടോ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ അവധിക്കാലത്ത് കുട്ടികളെ പുറത്തുള്ള കളി, ഇപ്പോൾ നമ്മൾ മൊബൈലിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, പുറത്തുള്ള കളിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചൂടുണ്ട്, പൊതുവിൽ ചൂടായതുകൊണ്ട് നമ്മൾ വല്ലാതെ പുറത്തേക്ക് പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ കുറച്ച് ഇൻഡോർ ഗെയിംസിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ ബോധപൂർവ്വം വാങ്ങി വെക്കണം. കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ പൊതുവിൽ എന്താ വെച്ചാൽ കുട്ടി വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴയ ബോറിങ് ഗെയിമൊക്കെ പറഞ്ഞാൽ അവർ അതിൽ നിൽക്കൂല. അതിൽ പാമ്പും കൂടി എടുത്ത് കടിച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടി പാമ്പും കൂടി കൂടെ പോകാൻ പറയും നമ്മളടുത്ത്. അതുകൊണ്ട് ആ പാമ്പും കൂടി പിടിച്ചാണ് നമ്മൾ ഇരിക്കേണ്ട. കുറച്ച് കുറേ നല്ല ക്രിയേറ്റീവായ ഗെയിംസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വിസ് ഗാർഡ്സ് എന്ന് പറയുന്ന ആ പേജിലൊക്കെ കുറേ പുതിയ ഗെയിമുകളും കാര്യങ്ങളൊക്കെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ഗെയിമുകളുടെയൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ചെറിയ തുകകൾ, ഞാൻ വലിയ എമൗണ്ടുള്ള സാധനങ്ങളല്ല കേട്ടോ നിങ്ങൾ പറയുന്നത്, വളരെ ചെറിയ തുക, 200 രൂപ, 150 രൂപ, 300 രൂപ, ഈ പൈസക്കൊക്കെ നമുക്ക് അത്തരം കുറേ സാധനങ്ങൾ വാങ്ങി വെക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഇനി അതിനോടൊപ്പം തന്നെ ഈ പിയർ ഗ്രൂപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി പുറത്തേക്ക് വിടുമ്പോൾ
കുട്ടീൻ്റെ കൂടെ ഉള്ളത് ആരാണെന്നുള്ളതാണ്. ഇവിടെ എന്താണെന്നറിയോ, നമ്മളൊരു സോഷ്യൽ പാരൻറ്റിങ് ലെവലിലേക്ക് മാറണം. നമ്മളെ കുട്ടി മാത്രം അങ്ങനെ നന്നാവാനുള്ളൊരു പരിപാടി നടക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ, ഒന്ന് നിങ്ങളെ മക്കളെ വേറെ പാരൻസ് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ തടയാൻ നിൽക്കരുത്, ഇടപെടാൻ നിൽക്കരുത്. അവർ ചീത്ത പറയും, അവർ ചിലപ്പോൾ കുറച്ച് ചീത്ത പറഞ്ഞാലൊക്കെ നമ്മൾ ഓക്കെ എന്ന് പറയും. കാരണം കൂട്ടായ ഒരു പരിശ്രമം ഇവിടെ വളരെ അനിവാര്യമാണ്. നിങ്ങളെ കുട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കുട്ടിയുടെ കൂട്ടുകാരൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വേറെ കൂട്ടുകാരൻ കുളിച്ച് വരുമ്പോൾ അവൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ കുട്ടിയോടുള്ള അതേ കൺസേൺ വേണം. ഒന്ന്. രണ്ടാമത്തത്, നമ്മളെ കുട്ടികളുടെ പൊതുവിലെ ഈ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട പിയർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ പൊതുവിൽ അത് കമ്മ്യൂണിക്കേഷൻ ലെവലിലാവുമ്പോൾ ഇപ്പോഴത്തെ സിനിമകൾ സാധനങ്ങളിലേക്ക് ഉണ്ടാവുക. ഈ കാര്യത്തിൽ നമ്മൾ ശരിക്കും കുട്ടിക്ക് നല്ലൊരു മോറൽ അധ്യാപനം കൊടുക്കൽ വളരെ അനിവാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തോന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ല? എന്താ 200 കോടിക്ക് ചിലവാക്കിയൊരു സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? എമ്പുരാൻ അത് ഇറങ്ങിയല്ലോ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ റിലീസാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ പറഞ്ഞ് നിങ്ങൾക്ക് അത് മോട്ടിവേഷൻ ആവാൻ അങ്ങനെയല്ല കേട്ടോ. മറിച്ച് ഇതിപ്പോൾ ഇന്ന് ഇതിൻ്റെ ഷോ ആണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴൊക്കെ പല സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട്, തിയേറ്ററുകളുടെ മുമ്പിലൊക്കെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ചെണ്ടിങ് ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു 10 കുട്ടിയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ചത് അവൻ്റെ സംസാരം ശ്രദ്ധിച്ചപ്പോൾ എന്താ വെച്ചാൽ അവരെ കൂട്ടത്തിൽ ഇപ്പോൾ അവനെ എൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഞാനും തിയേറ്ററിൽ പോയിട്ടുണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയാം, FDFS എന്ന് പറയാം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ പോയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മിക്കവാറും ഈ സിനിമയും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെയും എത്രത്തോളം അറിയോ, നിങ്ങൾക്ക് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. വ്ളോഗർ കുട്ടൂസിനെ നിങ്ങൾക്ക് അറിയോ? വ്ളോഗർ കുട്ടൂസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പേരുകൾ പറഞ്ഞാൽ കുറേ പേരുണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ പൊതുവിൽ ഇടപെടുന്ന ഒരു ലോകമുണ്ട്. അവിടെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ല യൂട്യൂബിലൊക്കെ സ്ട്രീമേഴ്സ് ഉണ്ട്, ഗെയിം സ്ട്രീമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മണിക്കൂറോളം ഗെയിം ഇങ്ങനെ കളിക്കും. അതിനിടയിൽ കൂടെ കുറേ തെറി വിളിക്കും, കുറേ ഈ തൊപ്പിയൊക്കെ അല്ലേ, തൊപ്പി ആ ചങ്ങനയൊക്കെ ഇതായിരുന്നു പരിപാടി. കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താ പറയുക, അതിലൊന്ന് ഇതിൽ ഗെയിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർത്തമാനം കേൾക്കുക എന്നുള്ളതാണ്. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിത് കളിക്കുന്ന ആൾക്കാരാണ്, ഈ ഗെയിം ഇവരും കളിക്കുന്ന ആൾക്കാരാണ്. മൂന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പ് ഗെയിമുകളാണ്, ഒന്നിച്ച് കളിക്കുന്ന ഗെയിമാണ്. അപ്പോൾ പരസ്പരമുള്ള തെറിവിളി ഇതൊക്കെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്നൊരു ക്യാരക്ടറിൽ ഉണ്ടാക്കുന്നൊരു ഡോപ്പമിൻ പീക്ക് ഉണ്ട്. ഇതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ ആകെയുള്ള വഴി എന്താണ്? മോറലി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രോങ് ആയൊരു ഒബ്ജക്ഷൻ വെക്കണം, സ്ട്രോങ് ആയൊരു ഒബ്ജക്ഷൻ. അങ്ങനത്തെ സംസാരങ്ങൾ പോലും നമ്മുടെ വീട്ടിലുണ്ടാവാതിരിക്കാനും അത്ര സംസാരം നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷനിൽ ഉണ്ടാവാതിരിക്കാനൊക്കെയുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വെക്കേഷനിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടിപ്പിക്കൽ പാരൻറ്റിനെ മാത്രം മുന്നിൽ കണ്ടിട്ടാണ്. പക്ഷേ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് കുട്ടികൾ മാറും. ഇപ്പം ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ബാധകമാവുള്ളൂ, വലിയ കുട്ടികൾക്ക് ബാധകമാവില്ല. ഓരോ പ്രായത്തിലും കുട്ടികൾ അത്രത്തോളം മാറുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ ജനറേഷന് കുറേ പേരിടുമല്ലോ, നിങ്ങൾക്കറിയാം. ജെൻ ബീറ്റ എന്നാണ് ഇപ്പോഴത്തെ കുട്ടികളെ പറയുക. ഇപ്പം ഈ ജനിക്കുന്ന കുട്ടികളെ ജെൻ ബീറ്റയാണ്. തൊട്ടുമുമ്പ് ജെൻ ആൽഫയാണ്, അതിന് തൊട്ടുമുമ്പ് ജെൻ സി ആണ്. ഈ കാറ്റഗറിയൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ കാറ്റഗറിയിൽ വ്യത്യാസമുണ്ട്, അവരുടെയൊക്കെ മൈൻഡ് സെറ്റിൽ വ്യത്യാസമുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ക്യാരക്ടറുകളാണുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രായത്തിലും ഓരോ കുട്ടികളെ ഒരേപോലെ പരിഗണിച്ചാൽ പോരാ. നമ്മൾ സാധാരണ പൊതുവിൽ പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു മാനദണ്ഡം മാത്രം പറയാം. അതെന്താ അറിയോ? ഒന്ന്, പ്രീ സ്കൂളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ധരിക്കുന്നത് ഇമോഷണലി സ്റ്റെബിലിറ്റി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, അവർ ഭയങ്കര പൊരിച്ചിലുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടങ്ങിയിരിക്കൂല, അങ്ങനത്തെ സമയമായിരിക്കും. അപ്പം ആ കുട്ടികളെ പരിഗണിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചല്ല സംസാരിക്കേണ്ടി വരിക, അവർ ഒതുക്കിയിരുത്താനുള്ള പണികളെ കുറിച്ച് സംസാരിക്കേണ്ടി വരിക. ഇനി പ്രൈമറി പ്രായം 12 വയസ്സിൽ താഴെ കുട്ടികളാണെങ്കിൽ അവർ കുറച്ചുകൂടിയും ക്യൂരിയസ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയില്ലേ, എന്ത് കണ്ടാലും അത് കാണാൻ. അതുകൊണ്ടാണ് ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അപകടം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ 14 വയസ്സിന് താഴെ കുട്ടികൾ ഇത് ഉപയോഗിക്കരുതെന്ന്. ഇനി അതിന് മേലുള്ള പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ എക്സ്പ്ലോറിങ് മൈൻഡ് ഉണ്ടാവുക. നമ്മൾ സാധാരണ സൈക്കോളജി പറഞ്ഞ സാധനമാണ് ഇത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളെ പരിഗണിക്കുമ്പോഴൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് കൂടി നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കണം. ഇതെല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ പറയാൻ പറ്റാത്തതുകൊണ്ട്, പക്ഷേ നിങ്ങൾ ഓരോ പ്രായത്തിലെത്തുമ്പോഴും ആ ഒരു പ്രായത്തിൻ്റെ പരിഗണനയും ആ ഒരു നിർദ്ദേശമൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. ഇനി ഇത് സോഷ്യൽ മീഡിയയെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം പറയണം. ഒന്നറിയോ, ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടി ഇപ്പോൾ പണിയെടുത്താലേ ഇനിയുള്ള സോഷ്യൽ മീഡിയ കാലത്ത് അവർ മുമ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ AI കോഡിങ്ങിൻ്റെ കാലം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണമെന്ന് വെച്ചാൽ നിങ്ങളതിൽ എത്തേണ്ട ആൾക്കാരാണ്, നമ്മളെ മക്കളല്ല. മക്കൾക്ക് AI കോഡിങ്ങും പോരാ. അതൊക്കെ അവർ ഈ പ്രായത്തെത്തുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു പോകും, AI കോഡിങ്ങൊക്കെ കഴിഞ്ഞു പോകും. ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മൊബൈലിൻ്റെ ഹാർഡ്വെയർ ആയിട്ടുള്ള മൊബൈൽ ഉപയോഗിക്കുമോ? ഈ മൊബൈൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുക വേണ്ട കേട്ടോ. ഈ മൊബൈൽ നമ്മുടെ കുട്ടികളെ കയ്യിലുണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്കൊരു 10 വർഷം കഴിഞ്ഞാൽ ഈ മൊബൈൽ നിങ്ങളുടെ കുട്ടികളെ കയ്യിൽ കാണാൻ കഴിയില്ല, ഇൻഷാ അല്ലാഹ്. എന്താ അറിയോ,
ഈ മൊബൈലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഇത് ഹാർഡ്വെയർ ആണ്. ഇപ്പോൾ 2006 മറ്റേ ഐഫോണിൻ്റെ സിക്സ് എഡിഷൻ വരും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്ന് മുതൽ 16ാമത്തെ എഡിഷൻ വരെ ഒരു ഐഫോണിൻ്റെ പണി എന്താ അറിയോ? ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റുക, ഇതിങ്ങനെ ആക്കുക, വെയിറ്റ് കുറക്കുക, ചിപ്പ് മാറ്റുക, ഇതൊക്കെ എവിടെ ഉള്ളൂ. ഈ പലക കഷ്ടത്തിൽ മാറിയിട്ടില്ലല്ലോ, അത് ഞാൻ മാറാനും പോലുള്ള മൊബൈലിൻ്റെ ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനി അതിലൊരു പുതിയ ഇന്നോവേഷൻ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഗൂഗിളി ഗ്ലാസ് ഒക്കെ വന്നത്, മറ്റേ ഗ്ലാസ്സൊക്കെ. ഇനി ഉണ്ടാവുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എയർടെലിൻ്റെ വോഡാഫോണിൻ്റെ ഒക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തലച്ചോറ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ പൊളിക്കും, ഇവിടെ ഇങ്ങനെ ചിപ്പ് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ശരി വരുന്നില്ലേ? ശരിക്കും സംഭവിക്കും. നിങ്ങൾ വെറുതെ വിചാരിക്കേണ്ട സംഭവിക്കാന്ന് വരും. കാരണം എന്താ അറിയോ? ന്യൂറാലിങ്ക് എന്ന് പറയുന്ന എലോൺ മസ്കിൻ്റെ കമ്പനി, എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണല്ലോ, ഈ ചങ്ങായുടെ കമ്പനി ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഒരു കുരങ്ങൻ്റെ തലച്ചോറിൽ ഇതേ സാധനം ഇൻസേർട്ട് ചെയ്തിട്ട് ആ കുരങ്ങനെ കമ്പ്യൂട്ടർ മുമ്പിൽ എത്തിയിട്ട് കമ്പ്യൂട്ടറിൽ കളിക്കുന്ന സാധനങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് നോക്കി കാണാം, നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ അടുത്തൊരു തലമുറയിൽ കുട്ടികൾ ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും തല താഴ്ത്തിങ്ങനെ ഇരിക്കാന്ന് ചോദിക്കണം, തല പൊക്കി ഇരിക്കുമ്പോൾ മൊബൈൽ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളപ്പോൾ എന്താ നമ്മൾ പറയുക? ഏത് സമയത്തും മൊബൈൽ തന്നെ പറയാൻ പറ്റുമോ തലച്ചോറിനുള്ളിലുണ്ടെങ്കിൽ? അപ്പോൾ ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡാണ് മാറ്റേണ്ടത്, അല്ലാതെ ഈ ഡിവൈസിൻ്റെ കാഴ്ചപ്പാടെല്ലാം മാറ്റേണ്ടത്. രണ്ടാമത്തെ ഡൈവേഴ്സ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ യൂസേഴ്സ്, ഇതിൻ്റെ ഓരോ കാറ്റഗറി പെടുന്ന കുട്ടികളും ഓരോ തരത്തിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ടൂർണമെൻറ്റുകൾ, മാച്ചുകൾ, ഫുട്ബോള്, അതൊക്കെ ആൺകുട്ടികൾ. പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കുറേ ഫാഷൻ സെൻസ് സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ കുറച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ ഗെയിം ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ ഡൈവേഴ്സ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെഡിക്കൽ ആൻഡ് സൈക്കോളജി. ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ പറയാം, വയലൻസ് ഉള്ള സാധനങ്ങൾ കാണാതിരിക്കുക. അതേപോലെ തന്നെ ഫുട്ബോൾ മാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും 2.5 മണിക്കൂർ ഒരു കുട്ടി ഒരു സ്ക്രീനിൽ നോക്കിയിരിക്കുക നമുക്കും പാടില്ല, കുട്ടികൾക്കും പാടില്ല. 2.5 മണിക്കൂർ പോയിട്ട് ഒരു സ്ക്രീനിൽ ഐഡിയൽ ടൈം ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റിയ 20 മിനിറ്റാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കണം, ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വേറെ പരിപാടി ചെയ്ത് പിന്നെയും വന്നിട്ട് ഉപയോഗിക്കാം, പ്രശ്നമല്ല. പക്ഷേ 20 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ നോക്കാൻ പാടില്ല, സ്ക്രീൻ ടൈം നോക്കാൻ പാടില്ല. അപ്പോൾ ഈ സിനിമ കാണുന്ന ആൾക്കാർ 2.5 മണിക്കൂറാണ് സിനിമ കാണുന്നത്. കഴിഞ്ഞ കോവിഡ് സമയത്ത് 179 എപ്പിസോഡുള്ള സീരീസ് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെടുന്നത്. 179 എപ്പിസോഡ്, ഒരു എപ്പിസോഡ് 50 മിനിറ്റ്. 179 × 50 മിനിറ്റ് നമ്മുടെ കുട്ടികൾ ആ കോവിഡ് സമയത്ത് കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന മെഡിക്കൽ ആസ്പെക്ട്, സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ കോൺസിക്വൻസ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ ബാധിക്കുന്ന സാധനങ്ങളാണെന്നാണ്. സൊല്യൂഷൻസ് പറഞ്ഞിടത്ത് നമുക്ക് പോസിബിളായ സൊല്യൂഷൻസാണ് ഇതൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ സൊല്യൂഷൻസ് ഒന്നും പോരാൻ നമുക്ക് തോന്നും, ഇതൊന്നും മതിയാവില്ല നമുക്ക് തോന്നും. നമ്മുടെ മാക്സിമം അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എടുക്കുക, ബാക്കി നമ്മൾ കുട്ടികളുടെ കയ്യിലേക്ക് വിടാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി അറിവും ബോധ്യവും നമ്മൾ പറയുമ്പോൾ എന്താ അറിയോ, ഞാനത് അവസാനം പറയാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇപ്പോൾ നിങ്ങളെ അറിവാണ്, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ നോളേജാണ്. ഇത് ബോധ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വായിക്കലാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായി ഞാൻ പറഞ്ഞത്. അത് ഇന്നോട് തീരുമാനിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തെങ്കിലും തീരുമാനിച്ചിട്ടും വലിയ ഉപകാരം ഉണ്ടാവില്ല. വായിക്കാത്ത ആളുകൾ വായിച്ച് തുടങ്ങാനുള്ള ശ്രദ്ധ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനം. ബാധ്യതയും ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നേരത്തെ പറയില്ലേ, വെക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാധ്യതയാണെന്ന് വിചാരിക്കേണ്ട, അത് ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ കുറേ കാഴ്ചപ്പാട് നമുക്ക് മാറ്റാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ ക്രിയേറ്റീവായ സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തത് ശ്രദ്ധയും പരിഗണനയും പറയുമ്പോൾ എന്താ അറിയോ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അറ്റൻഷനാണ്, പരിഗണന എന്ന് പറഞ്ഞാലോ വാലിഡേഷനാണ്. ഇത് രണ്ടാണ്. അറ്റൻഷൻ നിങ്ങളൊക്കെ കൊടുക്കണം നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങൾ ആവശ്യത്തിൽ അധികം കൊടുക്കുന്ന സാധനം അറ്റൻഷനാണ്. ഏത് സമയത്ത് കുട്ടിയുടെ കാര്യം നോക്കുന്നത് എന്താണ്? അറ്റൻഷനാണ്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ പരിഗണനയാണ്. പരിഗണന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതിങ്ങനെ അവനെ കേൾക്കലും അവൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കലും കുറേ കാര്യങ്ങൾ അവനെ ചർച്ചയ്ക്ക് കൂട്ടലൊക്കെയാണ്. നമ്മൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറയാത്ത കാര്യങ്ങൾ, ഇപ്പോൾ കുക്കിങ്, നിങ്ങളുടെ വീട്ടിലത്തെ പാചകം മുതലുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടിയെ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആൺകുട്ടികൾ പെൺകുട്ടികൾ വേർതിരിവ് കാണിക്കുന്നുണ്ട്. അതിൽ ഭയങ്കര പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ പാരൻസ്. ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഫെമിനിസ്റ്റുകൾ എങ്ങനെയാണ് വളരണത്? നിങ്ങളെന്താ വിചാരിച്ചത്? നമ്മുടെ നാട്ടിൽ ഫെമിനിസ്റ്റ് കുറേ ഭയങ്കര വിപ്ലവമല്ലേ, സ്വാതന്ത്ര്യം, ഇക്വാലിറ്റിയൊക്കെ കുറേ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആൺകുട്ടികൾക്ക് ബേസിക്കായിട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ അറിയില്ല. അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഒരു പാത്രം ഇപ്പോഴും ഉണ്ട്, ഇപ്പം എൻ്റെ വലിയമ്മയൊക്കെ ഉണ്ട്, ഒന്ന് പാത്രം കഴുകും, അവിടെയൊക്കെ അറിയും. പാത്രം ആൺകുട്ടികൾ കഴുകാനുള്ളതല്ല, അത് പെൺകുട്ടികൾ കഴുകാനുള്ളതാണ്. അങ്ങനത്തെ ശീലങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി കൊടുക്കണം അവർക്ക്. അടുക്കളയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പണിയെടുപ്പിക്കണം. അവർക്ക് തുല്യമായ റോൾ അവിടെ കൊടുക്കണം. അതൊക്കെ പഠിച്ചിട്ട് പിന്നെ അവർ റോൾ എടുത്ത് പോയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ തുല്യമായ രീതിയിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിഗണന എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഡിസിഷൻസിലൊക്കെ അവരെ ഉൾപ്പെടുത്തണം. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണത്. പൊതുവിൽ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ AC വാങ്ങണം, ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ ആദ്യത്തെ ചോദിക്കൽ, നമ്മൾ കുഞ്ഞു മക്കൾ ചോദിക്കണം, അടാ ഗൂഗിൾ എടുക്കാനൊക്കെ ഗൂഗിളൊക്കെ അറിയില്ലേ, അത് സെർച്ച് ചെയ്ത് നോക്കിക്കുക, ഏറെ നല്ല കമ്പനികൾ ചോദിക്കണം. അത് സെർച്ച് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന പരിഗണന. അങ്ങനെ ഓരോ കാര്യത്തിലും പരിഗണിക്കുമ്പോഴല്ലോ കുട്ടി അറിയാതെയെങ്കിലും സ്വയം അവനിങ്ങനെ അഡൾട്ടായി മാറും, അവൻ നല്ല റെസ്പോൺസിബിളായി മാറും എന്നുള്ളതാണ്.
ഇനിയോ സ്നേഹവും സ്നേഹിക്കലും തമ്മിൽ ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിച്ചാലേ പറ്റുള്ളൂ. പ്രകടിപ്പിക്കണമെങ്കിൽ കൂടെ ഇരിക്കണം. കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൊണ്ടുപോകണം, ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുപോകണം, അടുക്കളയിൽ ഒന്നിച്ചിരിക്കണം. ഇവിടെ എന്താ പറയുക, വെക്കേഷൻ നിങ്ങൾ കുറച്ച് ടൂറൊക്കെ പോകുമ്പോഴൊക്കെ കുട്ടികളെ പ്ലാൻ ചെയ്യണം. നിങ്ങൾ ചെറിയ ചെറിയ അടുത്തുള്ള യാത്രയൊക്കെ പ്ലാൻ ചെയ്യണം. അത് കഴിയാത്ത ആൾക്കാരൊന്നും അല്ല നമ്മളാരും. ഒരു വലിയ ചിലവൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു കോഴിക്കോട് അങ്ങാടിക്കോ ഒരു പ്ലാനറ്റേറിയത്തിക്കോ കുട്ടികൾ ഒന്നിച്ച് കൊണ്ടുപോകുക, ആ ദിവസത്തിലെ കുറേ റെസ്പോൺസിബിലിറ്റി അവനെ ഏൽപ്പിക്കുക. ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നാൽ മാത്രമേ ഈ സ്നേഹിക്കൽ നടക്കുള്ളൂ. നമ്മൾ ഈ ഫോണിൽ കുത്തിരിക്കുന്ന സമയം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ആ വീഡിയോ കിട്ടും. ഒരു 2 പാരൻസ് ഇങ്ങനെ അപ്പുറത്തുപ്പുറത്തിൻ്റെ ഒരു കുട്ടിപ്പത്തിൻ്റെ നടുവിലിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഫോൺ ഉപയോഗിക്കായിരിക്കും. എന്നിട്ട് ഇവർ പതുക്കെ പോയിട്ട് ബുക്കിൻ്റെ എടുത്തിട്ട് വരും. എന്നിട്ട് ബുക്കിൻ്റെ വായിക്കും. കുട്ടി കുറേ നേരമൊക്കെ ഇങ്ങനെ ഫോൺ കളിക്കൂട്ടോ, കുറച്ച് നേരം ഇങ്ങനെ നോക്കൂ. നേരെ പക്ഷേ അങ്ങനെ പുതിയ ആൾക്കാർ ഇത്രയും കാലത്ത് പുതിയൊരു ശീലമൊക്കെ എന്ന് വിചാരിക്കൂലേ. പിന്നെ കുട്ടി പതുക്കെ ആ ഫോണോടെ വെച്ചിട്ട് ബുക്ക് എടുക്കും. അപ്പോൾ ശരിക്കും എന്താ അറിയോ, സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവരെ കൂടെ ഉണ്ടാവുക, അവർ ചെയ്യുന്ന പണിയിൽ ഇൻവോൾവ് ചെയ്യുക, അവരെ കൂടെ തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി തിരുത്തലും പിന്തുണയെന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. തിരുത്തുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യലാണ്. നമ്മൾ 3 തരത്തിൽ തിരുത്തും. 1 റെസിസ്റ്റ് ചെയ്യും, തടയും. 2 നെഗേറ്റ് ചെയ്യും, കാര്യങ്ങളെ ഇല്ല എന്ന് പറയും, അത് ശരിയല്ല എന്ന് പറയും. 3-മത്തത് നമുക്ക് തിരുത്താൻ പറ്റുന്ന ഓപ്ഷനാണ് എന്തെന്നറിയോ, റെക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വായം കൊണ്ട് ചെയ്യാൻ പറ്റിയ സാധനമല്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടികളിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടി, ഞാൻ ലിപ്സ്റ്റിക് വലിയ പാതകം അങ്ങനെ ആ ഒരു അർത്ഥമല്ല പറയുന്നത്. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടി അവളെ തിരുത്തുന്നിടത്ത് ഒരു ടിപ്പിക്കൽ പാരൻ്റ് എന്താ ചെയ്യുക, നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. മറ്റേ ഡയലോഗ് അടിക്കുക, ഉപയോഗിക്കാതിരിക്കുക, മാറ്റി ചീത്ത പറയുക, അതൊക്കെയാണ് ചെയ്യുക. പക്ഷേ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, അവൾക്ക് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്, അവൾക്ക് ഉണ്ടാവുന്ന ഇൻഫീരിയോറിറ്റി ഉണ്ട്. ആ ഇൻഫീരിയോറിറ്റി തിരുത്തിയില്ലെങ്കിൽ അവൾ ഒരിക്കലും അത് മാറില്ല. അവൾ പിന്നെയും അത് കിട്ടിയാൽ ഉപയോഗിക്കും. വെളുപ്പിൻ്റെ കൺസേൺ വരുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ട്, കറുപ്പ് അല്ലെങ്കിൽ അവളെ കളറിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ട്. ആ ധാരണ തിരുത്തി കൊടുക്കാതെ ഒരിക്കലും പൗഡർ മാറ്റി വെച്ചുകൊണ്ടോ ഒരിക്കലും പുട്ടി മാറ്റി വെച്ചുകൊണ്ടോ ആ സാധനം മാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തിരുത്തുക എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ആ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിന് പരിഹാരം കണ്ടെത്തും. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ ഫോൺ എടുത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്, ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഫോൺ മാറ്റി വെക്കുമ്പോൾ അൾട്ടർനേറ്റ് പറഞ്ഞിടത്ത് പിന്തുണയാണ് വേണ്ടത്. അവിടെ നമ്മൾ കൂടെ ഇരിക്കുകയാണ് വേണ്ടത്, അവിടെ നമ്മൾ വായിക്കാൻ തുടങ്ങാൻ വേണ്ടത്, അവിടെ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടത്. അത്തരത്തിൽ പോസിറ്റീവായൊരു തിരുത്തലിക്കൊക്കെ നമ്മൾ പോവുക. ഇങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളെ കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ അടുത്തൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രായം, നമ്മളീ പറയുന്ന ഈ ഒരു സ്കൂൾ ഏജ് അല്ലെങ്കിൽ ഒരു +2 വരെയുള്ള പ്രായം, ഈ പ്രായം ശരിക്കും പറഞ്ഞാൽ പൊതുവിൽ അവരുടെ ക്യാരക്ടറിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം. പക്ഷേ രണ്ടാമത്തെ ഒരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവിലൊരു കുട്ടിയുടെ ഇന്നർ സെൽഫ് അവരുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ് നിർമ്മിക്കുന്നതിന് വലിയ പങ്ക് ഈ ഒരു പ്രായത്തിനുണ്ട്. അതുകൊണ്ട് ആ പ്രായത്തിലുണ്ടാവുന്ന ഈ ശീലങ്ങളൊക്കെ വളരെ ചെറുതാണെങ്കിലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും. അവരൊരു കോളേജിൽ പോയാലൊക്കെ നമുക്ക് ആ ഒരു ലക്ഷ്യം അവർക്ക് കാണാൻ പറ്റുന്ന അർത്ഥത്തിൽ നമ്മളിതൊക്കെ പണിയെടുക്കുക. ചെറിയ പരിഹാരങ്ങളും വലിയ രീതിയിലുള്ള ഒരു റിസൾട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രക്ഷിതാക്കളാവാൻ സാധിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങളെ കൂടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയൊക്കെ നിങ്ങൾ കൗൺസിലറിനൊക്കെ കാണണം. അതൊന്നും വലിയ പാതകമല്ല. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും അങ്ങനെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാരൻറ്റിംഗ് ക്ലാസ് ഒന്നും അവസാനിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇപ്പോൾ വെക്കേഷനിൽ തന്നെ കുട്ടികൾക്ക് പുതിയ വല്ല അഡിക്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ അഡിക്ഷൻ കുറേയൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാം, കുറേ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. പിന്നെയൊക്കെ എന്താ വെച്ചാൽ അത് കാണിക്കേണ്ടി വരും. അപ്പോൾ അവിടേക്ക് അതൊന്ന് മോശമായിട്ടൊന്ന് ചിന്തിക്കരുത്. പിന്നെ ഈ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് നമ്മൾ നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ മറച്ച് വെക്കുക. വെക്കേഷനൊക്കെ അതിന് പറ്റിയ അവസരമാണ്. കുട്ടിക്ക് പീരിയഡ്സിനെ കുറിച്ച് അറിയില്ല, കുട്ടിക്ക് മെൻസ്ട്രേഷനെ കുറിച്ച് അറിയില്ല, കുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ സംസാരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലല്ലാതെ ഇതൊക്കെ നമ്മളിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ഇതൊക്കെ കുട്ടികൾ സംസാരിക്കാനൊരു കാര്യമില്ല. പാരൻസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവേണ്ട പ്രായമാണത്. അതുകൊണ്ട് ആ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തന്നെ മുന്നോട്ട് പോകുക. അതൊന്നും മറച്ച് വെക്കേണ്ട കാര്യങ്ങളല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ആശംസിക്കുകയാണ്. നല്ല മക്കളോടൊപ്പം ചേർന്ന് നിൽക്കാനും നന്നായി ആഘോഷിക്കാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ, നന്നായി ആസ്വദിക്കാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.